Hello students, welcome to Resolute Academy. നമുക്കറിയാം 26th January that was a Republic Day. അതുകൊണ്ട് ദ ഹിന്ദു അടുത്ത ദിവസം that is 27th അവൈലബിൾ അല്ലായിരുന്നു. അതുകൊണ്ട് നമ്മളെല്ലാം ആ ഒരു പെൻഡിങ് ആയിട്ടുള്ള 2 ദിവസത്തെ കാര്യങ്ങളെല്ലാം നമ്മൾ സൺഡേയും കൂടെ ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് ഇന്നത്തെ വീഡിയോ. that is 29th നമ്മൾ എന്താണ് ജാനുവരി 2024ന്റെ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. എല്ലാം ഇൻഫർമേഷൻ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് വീഡിയോ ശകലം ലെന്തി ആയിരിക്കും. ഓക്കെ, പിന്നെ ഇന്നത്തെ വീഡിയോ നമ്മളെ സ്ട്രക്ചർ ഞാൻ എപ്പോഴും പറയാറുണ്ട്. എന്താണ്, ആദ്യം നമ്മളൊരു കറണ്ട് അഫയേഴ്സ് ഡിസ്കസ് ചെയ്യും, പിന്നെ അതിന്റെ ബേസ്ഡ് ഒരു പോസിബിൾ ക്വസ്റ്റ്യൻ എക്സാമിൽ എങ്ങനത്തെ ടൈപ്പ് ക്വസ്റ്റ്യൻ വരാം. ഞാൻ ഇത് പറയുന്നില്ല ഒരിക്കലും ഈ ക്വസ്റ്റ്യൻ ആയിരിക്കും എക്സാമിൽ വരാൻ പോകണമെന്ന് അല്ല. ഇതേപോലത്തെ ക്വസ്റ്റ്യൻസ് ആണ് എക്സാമിൽ വരാൻ സാധ്യതയുള്ളത്. ആന്റിസിപ്പേറ്റ് ചെയ്യാൻ നിങ്ങൾക്ക് ഒരു എന്താണ് മൈൻഡിൽ ക്രിയേറ്റ് ചെയ്യുക ക്വസ്റ്റ്യൻസ്. ആ ക്വസ്റ്റ്യൻ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയുള്ള ഒരു പാറ്റേൺ ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. പിന്നെ അതിൽ കൂടുതൽ നിങ്ങൾക്ക് എന്താണ് ടെസ്റ്റ് ചെയ്ത് നോക്കണമെങ്കിൽ നമ്മളെ ആപ്പിൽ അല്ലെങ്കിൽ വെബ്സൈറ്റിൽ അവൈലബിൾ ആയിരിക്കും. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഡ്രോപ്പ് ചെയ്തിട്ടുണ്ട്. അവിടെ പോയിട്ട് ഇന്നത്തെ കറണ്ട് അഫയേഴ്സിന്റെ ബേസിലുള്ള എല്ലാ ടെസ്റ്റുകളും നിങ്ങൾക്ക് അവിടെ അങ്ങനെ ആ ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. 10, 30, 35 ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് അവിടെ അവൈലബിൾ ആയിരിക്കും. ആ ക്വസ്റ്റ്യൻസിനെ നിങ്ങൾ സോൾവ് ചെയ്ത് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇന്ന് പഠിച്ചതിൽ എത്ര കാര്യങ്ങൾ നിങ്ങൾക്ക് ഓർമ്മ ഇരുന്നിട്ടുണ്ടെന്നുള്ളത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. ഞാൻ പറഞ്ഞിട്ടുണ്ട് ഒരുപാട് സോഴ്സസ് നമ്മൾ ഫോളോ ചെയ്യാറുണ്ട് കറണ്ട് അഫയേഴ്സിന് വേണ്ടി. ഹിന്ദു, PIB, NI അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ നമുക്ക് ഇന്നത്തെ ഫസ്റ്റ് ന്യൂസ്, റെഡ് സീ ക്രൈസിസ്. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം. നമ്മൾ റെഡ് സീ എന്ന് പറയുമ്പോൾ നമുക്ക് ഇത് നോക്കാം. ഒരു ഞാൻ മാപ്പ് നിങ്ങൾക്ക് വേണ്ടി വെച്ചിട്ടുണ്ട്. ഈ റീജിയനിലുള്ള ഒരു ഇഷ്യൂ ആണ്. ഓക്കെ, റെഡ് സീ ക്രൈസിസ് എന്ന് പറയുമ്പോൾ നമുക്ക് ഈ ഒരു റീജിയൻ ദാറ്റ് ഈസ് ഓക്കെ, ഈ റീജിയൻ ദാറ്റ് ഈസ് എന്താണ് ഈ അറേബ്യൻ സീ. നമ്മളിത് അറേബ്യൻ സീ റീജിയൻ ആണ്. ഇവിടെ കൂടെ നമ്മൾ പോകും. ഇത് റെഡ് സീ. ഞാൻ ഇതിന് വേണ്ടി ഒരു കോഡ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. റെഡ് സീക്ക് വേണ്ടി നമ്മൾ എന്താണ് റെഡ് സീയുടെ അഡ്ജോയിനിങ് കൺട്രീസ് എന്ന് പറഞ്ഞാൽ റെഡ് സീയെ കവർ ചെയ്യുന്ന കൺട്രീസ്. അതിന് നമുക്ക് കോഡ് എന്താണ് പറഞ്ഞിട്ടുള്ളത്? ഡെസി എന്ന് പറഞ്ഞത് അല്ലേ? ഡെസി, റെഡ് സീ ഇൻ ഡെസി എന്ന് പറഞ്ഞു അല്ലേ? ഡെസി എന്ന് വെച്ചാൽ എന്താണ്? ഡിജിബോട്ടി. ഓക്കെ, ഡിജിബോട്ടി. പിന്നെ എന്താണ്? ഈജിപ്റ്റ്. ഇതെന്താണ്? സൗദി അറേബ്യ, സുഡാൻ. പിന്നെ ഇത് ആർത്രിയ, എന്നിട്ട് യമൻ. ഓക്കെ, അപ്പോൾ ഇതില് ഈ റീജിയനിൽ ഇപ്പൊ ഒരു ഇഷ്യൂ നടക്കുകയാണ്. ഞാൻ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾക്ക് പണ്ട്. ഇന്ത്യ പണ്ട് ഇനിഷ്യലി ട്രേഡ് നടത്തിക്കൊണ്ടിരുന്നത് ഇങ്ങനെയാണ്. ഓക്കെ, ഈ റൂട്ടിൽ കൂടെ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മാപ്പിൽ അറിയാൻ എന്താണ് ഈ റൂട്ട് ഒരുപാട് ലെന്തിയാണ് അല്ലേ? ആ ഒരു റൂട്ട് കവർ ചെയ്ത് വരുമ്പോൾ ഒരുപാട് കിലോമീറ്റേഴ്സ് പോകും, എന്നിട്ട് ഒരുപാട് ദിവസങ്ങൾ പോകും. അവിടെ പെരിഷബിൾ ഗുഡ്സ് ആണെങ്കിൽ അത് നശിച്ചു പോകും അല്ലെ? അതുകൊണ്ട് അത് കോസ്റ്റ് ഓഫ് ട്രേഡ് കൂടുതലായിരുന്നു. അത് കഴിഞ്ഞിട്ട് 1869 സമയത്ത് എന്താണ് നമ്മളിവിടെ ഒരു സ്വിസ് കനാൽ ഓപ്പൺ ആയി. ഓക്കെ, ഈജിപ്തിന്റെ ഏരിയയിൽ, ഈജിപ്തിന്റെ ടെറിട്ടറിയിൽ സ്വിസ് കനാൽ ഈ റീജിയനിൽ ഓപ്പൺ ആയിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ ഇത് കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഇവിടെ എന്താണ് സൂം ചെയ്ത് തന്നെ നിങ്ങൾക്ക് ഇത് സൂം ചെയ്യാൻ പറ്റിയില്ല. ഓക്കെ, ഇവിടെ തന്നെ എന്താണ് ഞാൻ നിങ്ങൾക്ക് നല്ലതായിട്ട് സൂം ചെയ്ത് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. ബട്ട് ഇവിടെ ഇനിയിപ്പോ സൂം ചെയ്യാൻ പറ്റൂല, ഇതെല്ലാം ബ്ലറായില്ലേ ഇമേജ്, അങ്ങനത്തേതല്ല. അപ്പോൾ ഈ റീജിയനിൽ ഞാൻ പറയുന്നത് എന്താണ്, അത് ഗൾഫ് ഓഫ് അക്കാബ ഉണ്ടായിരുന്നു. പിന്നെ ഇവിടെ എന്താണ് സ്വിസ് കനാൽ അല്ലേ? പിന്നെ അതേപോലെ ഇവിടെ നമുക്ക് മാപ്പ് വർക്കിൽ കാര്യം പറയുകയാണെങ്കിൽ സ്ട്രേറ്റ് ഓഫ് ഗിബ്രാൾട്ടർ ഉണ്ട്. ഓക്കെ, പിന്നെ ഇതാണ് മെഡിറ്ററേനിയൻ സീ. ഓക്കെ, ഈ വഴി കൂടെ നമ്മളെ എന്താണ് മുംബൈ എന്ന റീജിയൻ അല്ലെങ്കിൽ ഗുജറാത്തിന്റെ റീജിയൻ നിന്ന് ട്രേഡ് ഈ വഴി കൂടെയാണ് പോണത്. നമ്മൾ എന്താണ് അറേബ്യൻ സീന്റെ റീജിയനിൽ കൂടെ പോയിട്ട് നമ്മൾ റെഡ് സീ കൂടെ പോയി മെഡിറ്ററേനിയൻ സീ ക്രോസ് ചെയ്ത് സ്ട്രേറ്റ് ഓഫ് ഗിബ്രാൾട്ടർ എന്ന് ക്രോസ് ചെയ്താണ് നമ്മൾ എന്താണ് ഇവിടെ പോണത്, നമ്മളെ യൂറോപ്യൻ കൺട്രീസിലോട്ട് ട്രേഡിന് പോകുമായിരുന്നത്. ഓക്കെ, അപ്പൊ റീസെന്റ് എന്താണ് പറ്റിയെന്ന് വെച്ചാൽ പ്രശ്നം വേറെ ഒന്നുമല്ല. ഈ റീജിയനിൽ ഒരു നമ്മളെ ഇവിടെ ഇതുണ്ടായിരുന്നു, ഒരു ഷിപ്പ് ഉണ്ടായിരുന്നു. അതിന് നമ്മളെ യമനിലുള്ള കുറെ എക്സ്ട്രീമിസ്റ്റ് ഗ്രൂപ്പ് ഹൗത്തീസ് എന്ന് പറയും. ഓക്കെ, ഹൗത്തീസ് അവരെന്ത് ചെയ്തെന്ന് വെച്ചാൽ അതിനെ ബോംബ് ചെയ്തു. ഓക്കെ, നശിപ്പിച്ചു കളഞ്ഞു. അപ്പോൾ ഈ നശിപ്പിച്ചു കളഞ്ഞപ്പം നിങ്ങൾക്ക് ഇവിടെ നോക്ക്, ഈ ഹൗത്തീസ് മൂവ്മെന്റ്, ഓക്കെ, യമനിലുള്ള ഹൗത്തീസ് മൂവ്മെന്റ്, ഇതിന്റെ കാരണമാണ് അവിടെ ഒരു ബോംബിംഗ് ഉണ്ടായത്. എന്നിട്ട് അത് കഴിഞ്ഞിട്ട് എന്താണ് പറ്റിയ, എല്ലാ ഷിപ്സ് ഈ റെഡ് സീ റീജിയനിൽ കൂടെ പോണ എല്ലാ ഷിപ്സിനെയും അവര് ത്രെറ്റൻ ചെയ്യാനും ഇങ്ങനെ ബോംബ് ചെയ്യാനും തുടങ്ങിയിട്ടുണ്ട്. അതിന്റെ കാരണം അവിടുത്തെ ട്രേഡ് റൂട്ട് ഹാമ്പർ ആയിട്ടുണ്ട്. അപ്പോൾ ഇന്ത്യക്ക് ഇപ്പം എന്താണ്, ഇന്ത്യക്ക് എന്നല്ല എല്ലാ കൺട്രീസിനും ഈ റൂട്ടിൽ കൂടെ, ഓക്കെ ഒരു സെക്കൻഡ്, ഓക്കെ, ഇപ്പൊ നമുക്ക് ഈ കേപ്പ് ഓഫ് ഗുഡ് ഹോപ്പിൽ കൂടെയാണ് പോകേണ്ടി വരുന്നത്. അതൊരു വളരെ വലിയ ഇഷ്യൂ ആണ്. കാരണം നമുക്ക് പെട്ടെന്ന് ഡെലിവറി ആവാൻ പറ്റൂല. കാരണം നിങ്ങൾക്കറിയാം ഏറ്റവും ചീപ്പസ്റ്റ് ഫോം ഓഫ് ട്രാൻസ്പോർട്ട് ഏതാണ്? സീ റൂട്ടാണ് അല്ലെങ്കിൽ വാട്ടർ വേസ് ആണ്. ബട്ട് ഇങ്ങനെ ഒരു കറങ്ങി വരുമ്പോൾ ചീപ്പസ്റ്റ് ആയിരുന്നാലും ഇത്രയും ലോങ് ട്രാവൽ വരുമ്പോൾ ഫ്യൂവൽ കൺസംഷൻ കൂടും. അപ്പോൾ അതും എക്സ്പെൻസീവ് ആയി മാറും. അതുകൊണ്ട് തന്നെ ഈ ഒരു ഇഷ്യൂ വളരെ റെലവെന്റ് ആണ് ഇന്ത്യക്ക്. അപ്പോൾ ഞാൻ ഈ കാര്യത്തിൽ എന്താണ് നമ്മൾ മാപ്പ് വർക്ക് കുറെ പഠിച്ചിട്ടുണ്ട്. ഇതിൽ മാപ്പ് നമ്മൾ ഇതിനു മുമ്പേ നോക്കി, എന്നിട്ട് ഇന്നും കുറെ സ്ഥലങ്ങൾ നമ്മൾ നോക്കിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇത് ഇമ്പോർട്ടന്റ് ആണ്. അപ്പോൾ ഇതിൽ ഇനിയിപ്പോൾ അറിയേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ എക്സാം പോയിന്റ് ഓഫ് വ്യൂല് ഇത് എന്താണ് റെഡ് സീയിൽ യാത് എക്സ്ട്രീമിസ്റ്റ് മൂവ്മെന്റ് ആണ് നടക്കുന്നത് വെച്ചാൽ ഹൗത്തി മൂവ്മെന്റ് ആണ് നടക്കുന്നത്. അപ്പോൾ ഇതിന്റെ ബേസ് എന്താണെന്ന് വെച്ചാൽ ഇസ്രായേലിൽ ഗാസയിൽ അറ്റാക്ക് ചെയ്തതിന്റെ
ബേസിലാണ് ഇവർ അറ്റാക്ക് ചെയ്തിട്ടുള്ളത്. ഓക്കെ, അതിനെ റിറ്റാലിയേറ്റ് ചെയ്യാൻ വേണ്ടി അവര് നമ്മളെ പലസ്തീൻ സപ്പോർട്ടിങ് ഒരു എലമെന്റ് ആണ്. അപ്പോൾ അവർ എക്സ്ട്രീമിസ്റ്റ് ഗ്രൂപ്പ് എന്ത് ചെയ്ത് നമ്മളെ ഈ ഇസ്രായേലിന്റെ ആ അറ്റാക്ക്, ഇസ്രായേലിനെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ കൺട്രീസിന്റെ അഗേൻസ്റ്റ് അവർ ഒഫൻസീവ് മോഡ് യൂസ് ചെയ്തിട്ടുണ്ട്. അതാണ് ഈ ഒരു സംഭവം. ഓക്കെ, ഷിപ്സ് വിത്ത് എലക്ട്രിക് കണക്ഷൻ വിത്ത് എന്താണ് ഇസ്രായേലായിട്ട് എന്തെങ്കിലും കണക്ഷൻ ഉണ്ടെങ്കിൽ അതിനെ ബോംബ് ചെയ്യും അല്ലെങ്കിൽ അതിനെ അറ്റാക്ക് ചെയ്യും. അതാണ് അവരെ ടാർഗറ്റ്. ഓക്കെ, അപ്പോൾ സം ഷിപ്സ് എന്താണ് കൊളാറ്ററൽ ഡാമേജ്, ഇസ്രായേലായിട്ട് ബന്ധമില്ലാത്ത ഷിപ്പും അറ്റാക്കിൽ പോകും. അങ്ങനെ ഒരു സംഭവം. അപ്പോൾ ഈ അറ്റാക്ക് നടക്കുന്നത് എവിടെയാണ്? റീജിയൻ എന്താണ്? റെഡ് സീ. വളരെ ഇമ്പോർട്ടന്റ് ആണ്. റെഡ് സീ റീജിയനിലാണ് ഇത് നടക്കുന്നത്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ കോഡ് ഓർമ്മിക്കുക. പിന്നെ സദർൺ ഇസ്രായേലിൽ ബാബ് അൽ മന്ദാബ് സ്ട്രേറ്റ് ഉണ്ട്. അവിടെ എന്താണ്? നോർത്ത് ഈസ്റ്റ് ആഫ്രിക്ക ടു യമൻ, അതിന്റെ ഇടയ്ക്കുള്ളതാണ്. ഇപ്പൊ ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്ക് അത് റീജിയൻ ഏതാണെന്ന്. ഞാൻ ഇന്നായിട്ട് പറഞ്ഞ കാര്യമാണ് വീഡിയോയില്. ഈ റീജിയൻ ഇവിടെ. ഓക്കെ, ഇവിടെ എന്താണ്? നമ്മളെ ബാബ് അൽ മന്ദാബ് റീജിയൻ ആണ്. അവിടെ ആ ഒരു എന്താണ് അവിടെ അറ്റാക്ക് ചെയ്യാൻ ഭയങ്കരമായിട്ട് എളുപ്പമാണ്. ഓക്കെ, എന്നിട്ട് റെഡ് സീ റീജിയനിൽ തന്നെ ഈ യമൻ എന്ന് പറയുന്ന കൺട്രി അവർക്ക് ഈ റീജിയൻ എല്ലാം കൺട്രോൾ ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഈ എക്സ്ട്രീമിസ്റ്റ് ഗ്രൂപ്പ് അത് തന്നെയാണ് ചെയ്യുന്നത്. ഓക്കെ, അടുത്ത് ഇതിൽ വേറെ ഇൻഫർമേഷൻ എന്ന് പറഞ്ഞാൽ ഇതിന്റെ കാരണം ഗ്ലോബൽ ട്രേഡ് എന്ത് ചെയ്തു? ഹാമ്പർ ആയിട്ടുണ്ട്. പിന്നെ US UK ഒക്കെ ഭയങ്കര കൺസേൺഡ് ആണ് ഈ ഒരു ഇഷ്യൂവിന്റെ കാരണം. ഓക്കെ, എന്നിട്ട് അത് കൂടാതെ എന്താണ്? വേറെ ഒരു ഇഷ്യൂ ഉണ്ട്. അത് ഞാൻ ഇതിൽ പറഞ്ഞിട്ടില്ല, വെറും ജനറലി പറയണമെന്നേ ഉള്ളൂ. ഇന്റർനാഷണൽ റിലേഷൻ നടന്നുകൊണ്ടിരിക്കുന്നതാണ്. നിങ്ങൾക്കറിയാം പനാമ. ഓക്കെ, പനാമ കനാൽ അറിയാലോ നിങ്ങൾക്ക്. പനാമ കനാൽ എന്താണ്? നോർത്ത് അമേരിക്ക. ഇത് നോർത്ത് അമേരിക്കൻ കണക്കായിക്കോ. എന്നിട്ട് ഇത് സൗത്ത് അമേരിക്ക. ഓക്കെ, ഇവിടെ ഒരു കണക്ടിങ്, ഇവിടെ ഒരു കനാലാണ്. ഇത് ഇവിടെ ഡ്രോട്ടും കാര്യങ്ങളൊക്കെ വന്ന് ഇപ്പൊ അവിടെ നിന്ന് ട്രേഡ് റൂട്ട് നടക്കണില്ല. അവിടെ കുറെ പ്രശ്നം അയൽ നിന്നോരൻ ഇതിന്റെയൊക്കെ കോൺസിക്വൻസിന്റെ കാരണം ഭയങ്കര പ്രശ്നം നടക്കുകയാണ്. അതുകൊണ്ട് ഇവർക്ക് ട്രേഡ് ഇങ്ങനെ കറങ്ങിയേ ചെയ്യാൻ പറ്റുന്നുള്ളൂ. ഓക്കെ, ഇതേപോലെയൊക്കെ. ഓക്കെ, അതാണ് ഇപ്പോഴത്തെ നിലവിലുള്ള ഒരു ചെറിയൊരു വേറൊരു കൺസേൺ. ഓക്കെ, ബട്ട് റെഡ് സീ ഈസ് ഇന്ത്യസ് കൺസേൺ. ഇത് ഇന്ത്യക്ക് ഇതും ബാധിക്കുന്നുണ്ട്. കാരണം ഇന്ത്യക്ക് ആ റൂട്ടിൽ കൂടെ ട്രേഡ് ചെയ്യാറുണ്ട്. അപ്പോൾ അതും ഇന്ത്യക്ക് ബാധിക്കും. അപ്പൊ നമുക്ക് നോക്കേണ്ടത് എക്സാം പോയിന്റ് ഓഫ് വ്യൂല് ഏത് ടൈപ്പിന്റെ ഒരു ക്വസ്റ്റ്യൻ ഇതിൽ ഫോം ചെയ്യാൻ സാധിക്കും. നമുക്ക് എന്ത് ഫോം ചെയ്യാന്ന് വെച്ചാൽ റെഡ് സീ കനാൽ അല്ലെ, റെഡ് സീ കനാലിൽ നമുക്ക് എത്ര ഡേയ്സിന്റെ റെഡ് സീ കനാൽ യൂസ് ചെയ്ത് നമുക്ക് റെഡ് സീ അല്ലെങ്കിൽ സ്വിസ് കനാൽ യൂസ് ചെയ്ത് നമുക്ക് എത്ര ദിവസത്തിൽ ട്രാവൽ ചെയ്യാം അല്ലെങ്കിൽ ആ ഒരു ഏരിയ കവർ ചെയ്യാം എന്നുള്ളൊരു ചോദ്യം വരാം അല്ലെ. എന്നിട്ട് ഗുഡ് ഹോപ്പ് നമ്മൾ അറൌണ്ട് കേപ്പ് ഓഫ് ഗുഡ് ഹോപ്പിൽ എത്ര കാലാവധി അല്ലെങ്കിൽ എത്ര ഡിസ്റ്റൻസ് ഉണ്ട് എന്നുള്ളത് ക്വസ്റ്റ്യൻസ് വരാം. വേണമെങ്കിൽ നിങ്ങൾക്ക് ഡിഫിക്കൽട്ട് അല്ലെങ്കിൽ ഫാക്ച്വൽ ക്വസ്റ്റ്യൻ തരണമെങ്കിൽ അങ്ങനെ തരാം. അല്ലെങ്കിൽ എന്താണ് പറയേണ്ടത്? ഞാൻ പറഞ്ഞു ഗിബ്രാൾട്ടർ സ്ട്രേറ്റ് എവിടെയാണ്, അല്ലെങ്കിൽ സ്ട്രേറ്റ് ഓഫ് ബാബ് അൽ മന്ദാബ് ഇത് എവിടെയാണ്. പിന്നെ വേറെ ക്വസ്റ്റ്യൻ വരാം, വിച്ച് ഓഫ് ദ ഫോളോയിങ് കൺട്രീസ് ഈസ് നോട്ട് എ പാർട്ട് അല്ലെങ്കിൽ ഡസ് നോട്ട് ബൗണ്ടറി റെഡ് സീ എന്നുള്ള ചോദ്യം ചോദിക്കാം. അപ്പോൾ നമ്മൾ നേരത്തെ പഠിച്ച കോഡ് എന്താണ്? ഡെസി എന്നുള്ള കോഡ് ഓർമ്മിച്ച് വെക്കുക. ഓക്കെ, ഡെസി എന്നുള്ള കോഡ് ഓർമ്മിച്ച് വെക്കുക. അപ്പോൾ നിങ്ങൾക്ക് അത് ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് അടുത്ത കറണ്ട് അഫയേഴ്സിലോട്ട് പോകാം. നാഷണൽ വോട്ടേഴ്സ് ഡേ സെലിബ്രേറ്റഡ് അക്രോസ് ദ കൺട്രി വിത്ത് തീം നത്തിങ് ലൈക്ക് വോട്ടിംഗ്, ഐ വോട്ട് ഫോർ ഷുവർ. അപ്പോൾ ഈ തീം നമ്മളെ എക്സാം പോയിന്റ് ഓഫ് വ്യൂ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നാഷണൽ വോട്ടേഴ്സ് ഡേ അത് ഇപ്പൊ എത്രാമത്തെ എഡിഷൻ എന്ന് ചോദിക്കും. എത്രാമത്തെ എഡിഷൻ എന്ന് ചോദിച്ചാൽ നമുക്ക് അറിഞ്ഞിരിക്കണം 14ാമത്തെ എഡിഷൻ ആണ്. എത്രാമത്തെയാണ്? 14th എഡിഷൻ. ഓക്കെ, സോറി. ഓക്കെ, 14th എഡിഷൻ ആണ്, 14ാമത്തെ എഡിഷൻ. ഓക്കെ, അത് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പൊ അടുത്ത ചോദ്യം വരും, എന്തുകൊണ്ടാണ് ഈ ഒരു നാഷണൽ വോട്ടേഴ്സ് ഡേ നമ്മൾ സെലിബ്രേറ്റ് ചെയ്യുന്നത് അല്ലെ? ആനുവലി നമ്മൾ 25 ജനുവരിക്കാണ് സെലിബ്രേറ്റ് ചെയ്യുന്നത് എന്താണ്? നാഷണൽ വോട്ടേഴ്സ് ഡേ. നാഷണൽ വോട്ടേഴ്സ് ഡേ നമ്മൾ സെലിബ്രേറ്റ് ചെയ്യുന്നതിന്റെ കാരണം വേറെ ഒന്നുമല്ല, ഇറ്റ് ഈസ് ടു കമമറേറ്റ് ദ ഫൗണ്ടേഷൻ ഓഫ് ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ. അത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. എന്തുകൊണ്ടാണ് നമ്മൾ നാഷണൽ വോട്ടേഴ്സ് ഡേ സെലിബ്രേറ്റ് ചെയ്യണം ചോദിച്ചാൽ, എക്സാമിന് ചോദിച്ചാൽ, ടു കമമറേറ്റ് ഓർ ടു സെലിബ്രേറ്റ് ദ ഫോർമേഷൻ ഓഫ് ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ. അത് വളരെ ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡിയാണ് ഇന്ത്യയിലുള്ളത് അല്ലെ. അപ്പോൾ അങ്ങനത്തെ ഒരു സംഭവം അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ഓർഗനൈസേഷനെ സെലിബ്രേറ്റ് ചെയ്യുന്നതാണ് നാഷണൽ വോട്ടേഴ്സ് ഡേ. അപ്പോൾ ഈ വർഷത്തെ തീം എന്താണ്? നത്തിങ് ലൈക്ക് വോട്ടിംഗ്. വോട്ടിങ്ങിന്റെ പോലെ ഒന്നുമില്ല, ഐ വോട്ട് ഫോർ ഷുവർ, ഞാൻ എന്തായാലും വോട്ട് ചെയ്തിരിക്കും എന്നാണ് അവരുടെ തീം അല്ലെ. നത്തിങ് ലൈക്ക് വോട്ടിംഗ്, ഐ വോട്ട് ഫോർ ഷുവർ, ഇതാണ് ആരുടെ തീം? നാഷണൽ വോട്ടേഴ്സ് ഡേ. എത്രാമത്തെ എഡിഷൻ? 14th എഡിഷൻ. അപ്പോൾ ഈ സമയത്ത് നമ്മളെ എക്സെപ്ഷണൽ ഓഫീസേഴ്സ്, ഇലക്ഷൻ കമ്മീഷനിലുള്ള എക്സെപ്ഷണൽ ഓഫീസേഴ്സിന് എന്താണ് അവാർഡ്സ് കിട്ടിയിട്ടുണ്ട്. ആരാണ് കൊടുത്തതെന്ന് വെച്ചാൽ പ്രസിഡന്റ് ആണ് കൊടുത്തത്. 2023 ഉണ്ടായിരുന്ന അവരെ ഒരു കോൺട്രിബ്യൂഷന്റെ ബേസിലാണ് ഈ ഒരു അവാർഡ് കൊടുത്തിട്ടുള്ളത്. ഓക്കെ, അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. എന്നിട്ട് അതേസമയം ഈ ഒരു കൊമോമറേഷന് വേണ്ടി അവരൊരു സ്റ്റാമ്പ് ഇറക്കിയിട്ടുണ്ടായിരുന്നു. സ്റ്റാമ്പ്. ഓക്കെ, സ്റ്റാമ്പ് തന്നെ കൊമമറേറ്റീവ് സ്റ്റാമ്പ് ആണ്. അതൊക്കെ നിങ്ങൾക്ക് ഓൺലൈൻ പർച്ചേസ് ചെയ്യാൻ പറ്റും. നമ്മുടെ ഗവൺമെന്റ് വെബ്സൈറ്റിൽ mygov.in അവിടെ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിന്റെ ലിങ്ക് കിട്ടും, എവിടെയാണ് നിങ്ങൾക്ക് ഇത് വാങ്ങിക്കാൻ കിട്ടും എന്നുള്ളത്. ഓക്കെ, ഇതൊക്കെ ചിലർക്ക് സ്റ്റാമ്പ് കളക്ഷൻ എന്നൊക്കെ ഹോബി ഉണ്ടാവില്ലേ, അവരൊക്കെ വാങ്ങിച്ചു വെക്കിയത്. ഓക്കെ, കൊമമറേറ്റീവ് സ്റ്റാമ്പ്സ് ഉണ്ട്. അത് റിലീസ് ചെയ്തെന്താണ്
ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യയുടെ 75th ഇയർ കംപ്ലീറ്റ് ആയതുകൊണ്ടാണ് അത് ലോഞ്ച് ചെയ്തിട്ടുള്ളത്. അതിന്റെ തീമാണ് ഇൻക്ലൂസീവ് ഇലക്ഷൻസ്. തെറ്റിപ്പോല് നാഷണൽ വോട്ടേഴ്സ് ഡേന്റെ തീം എന്താണ്? നത്തിങ് ലൈക്ക് വോട്ടിംഗ്, ഐ വോട്ട് ഫോർ ഷുവർ. ബട്ട് ഇത് കൊമമറേറ്റീവ് സ്റ്റാമ്പിന്റെ തീമാണ്. രണ്ടും വ്യത്യാസമുണ്ട്, മനസ്സിലായില്ലേ? ആ വ്യത്യാസം മനസ്സിലാക്കി വെക്കുക. കാരണം അത് വെച്ചാണ് നമുക്കൊരു കാര്യം പഠിക്കുന്ന ഈ ഡിഫറൻസ്. ആ ഡിഫറൻസ് നമുക്ക് എക്സാമിന് ഓർമ്മയായിരിക്കും. ആ ഡിഫറൻസ് നിങ്ങൾക്ക് എന്ത് ചെയ്യണം? ഓർമ്മയിരിക്കണം. അപ്പൊ ഇവിടെ എന്താണ്? ഇൻക്ലൂസീവ് ഇലക്ഷൻ എന്തിന്റെ തീമാണ്? കൊമമറേറ്റീവ് സ്റ്റാമ്പിന്റെ ആണ്. 75 വർഷം കംപ്ലീറ്റ് ആയതിന്റെ ഒരു കൊമമറേറ്റീവ് സ്റ്റാമ്പ് ഇറക്കി. അതിന്റെ തീമാണ് ഇൻക്ലൂസീവ് ഇലക്ഷൻ. എന്നിട്ട് ഇതിന്റെ തീം എന്താണ്? നത്തിങ് ലൈക്ക് വോട്ടിംഗ്, ഐ വോട്ട് ഫോർ ഷുവർ. ഓക്കെ. പിന്നെ ഇതെന്താണ്? ഫൗണ്ടേഷൻ ഡേ ഓഫ് ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യയാണ് അത് റിപ്രസെന്റ് ചെയ്യുന്നത്. ഇത് സ്റ്റാർട്ട് ചെയ്തത് എപ്പോഴെന്ന് ചോദിച്ചാൽ 2011 ഇവിടെ കണ്ടില്ലേ നിങ്ങൾ? ഇവിടെ സെലിബ്രേറ്റഡ് സിൻസ് 2011. ഓക്കെ. ഫൗണ്ട് ചെയ്തത് ഇത് അന്നാണെങ്കിലും 2011 തൊട്ടാണ് ഇത് സെലിബ്രേറ്റ് ചെയ്യാൻ തുടങ്ങിയത്. അതുകൊണ്ട് അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്, അറിഞ്ഞിരിക്കുക. ഓക്കെ. അപ്പൊ നമ്മളുടെ ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ എത്ര മെമ്പർ ബോഡി ആണെന്ന് ചോദിച്ചാൽ എത്ര മെമ്പർ ബോഡി എന്ന് പറയും? 3 മെമ്പർ ബോഡി. ഒന്ന് ചീഫ് ഇലക്ഷൻ കമ്മീഷണർ ഉണ്ടാവും, പിന്നെ അടുത്ത് ഇലക്ഷൻ കമ്മീഷണേഴ്സ് ഉണ്ടാവും, 2 എണ്ണം. ഓക്കെ. അപ്പോൾ ഇതിൽ കുറെ പൊളിറ്റിക്കൽ ആസ്പെക്ട്സ് ഉണ്ട്. നമുക്ക് പറയുകയാണെങ്കിൽ ഇന്ത്യൻ പൊളിറ്റി വെച്ച് കുറെ പറയാൻ പറ്റും. ബട്ട് നമ്മൾ അതിനു വേണ്ടി ടൈം വേസ്റ്റ് ചെയ്യണം. അതിന് നമുക്ക് ഇന്ത്യൻ പൊളിറ്റിയുടെ ക്വസ്റ്റ്യൻസ് നമുക്ക് കിട്ടും, ക്ലാസ്സസ് ഉണ്ടാവും, അതിൽ നമുക്ക് പഠിക്കാം. ഓക്കെ. അപ്പൊ ഇത് അടുത്ത ക്വസ്റ്റ്യൻ ആണ്. ഇതിന്റെ എന്ത് ഒരു ക്വസ്റ്റ്യൻ ഫോം ചെയ്യാൻ സാധിക്കും? ഇത് എന്താണ് ക്വസ്റ്റ്യൻ? ക്വസ്റ്റ്യൻ ഈസ് വൈ ഈസ് നാഷണൽ വോട്ടേഴ്സ് ഡേ സെലിബ്രേറ്റഡ് ഓൺ January 25th ആനുവലി? ഓക്കെ. അപ്പൊ ഞാൻ ഇത് ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ട് എന്തുകൊണ്ടാണ് ഇത് 25 ജനുവരിക്കാണ് സെലിബ്രേറ്റ് ചെയ്യണം, വേറെ ഒരു ദിവസമല്ല. എന്താണ്? ഫൗണ്ടേഷൻ ഓഫ് ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ. ഓക്കെ. നിങ്ങൾക്ക് ആൻസർ കിട്ടിയിട്ടുണ്ടായിരിക്കും, എനിക്ക് വിശ്വാസമുണ്ട്. കാരണം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കും, അല്ലെ? ശ്രദ്ധിച്ചിരിക്കുക. ഇതിന്റെയൊക്കെ ആൻസർ എന്താണ്? നമ്മൾ ഇങ്ങനെയാണ് ഫോം ചെയ്യണത്. വേറെ ഒന്നുമില്ല. നിങ്ങൾ ബേസിക് കാര്യങ്ങളാണ്. ബേസിക് കാര്യങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേറെ ഒരു ബുദ്ധിമുട്ടും വരില്ല. ഓക്കെ. നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? 64th Network Planning Group NPG. Okay. A meeting under the PM Gati Shakti discussed 3-pronged infrastructure projects and Rail Sagar corridor program. Okay. അത് ഇതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ഗതി ശക്തി പ്രോഗ്രാം. ഗതി ശക്തി എന്ന് പറയുന്ന ഒരു ഇനിഷ്യേറ്റീവ് ലോഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. എപ്പോഴാണ് ലോഞ്ച് ചെയ്തതെന്ന് ചിലപ്പോൾ എക്സാമിന് ചോദിക്കാം. എപ്പോഴാണ് ലോഞ്ച് ചെയ്തത്? 2021. ഓക്കെ. ഗതി ശക്തി, ആ ടേം ഒന്ന് ശ്രദ്ധിക്കുക. ഗതി ശക്തി എന്ന് പറഞ്ഞാൽ എന്താണ്? ഗതി എന്ന് പറഞ്ഞാൽ സ്പീഡ്, ശക്തി എന്ന് പറഞ്ഞാൽ സ്പീഡിന്റെ ശക്തി, അല്ലേ? അപ്പൊ ഇവിടെ നമുക്ക് പല ആസ്പെക്ട് ഉണ്ട്. നമ്മൾ ഇതിൽ എന്താണ്? എഞ്ചിൻ ഹോഴ്സ് പവർ കൂട്ടിയിട്ടാണ് സ്പീഡ് കൂട്ടാൻ പോണത്? അല്ല. ഇത് ആ ഒരു ആസ്പെക്ട് അല്ല. നമ്മളെ എഞ്ചിൻസിന്റെ സ്പീഡ് കൂട്ടുക അതല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഇവിടെ എന്താണ് ഉദ്ദേശിക്കുന്നത്? ഇവിടെ നമ്മളിപ്പോ നമുക്ക് ഒരു ട്രേഡിന്റെ ആസ്പെക്റ്റിലാണ് ചിന്തിക്കേണ്ടത്. ഓക്കെ. നോർമൽ മറ്റേ റേസിംഗിന്റെ ആസ്പെക്റ്റിലല്ല, ട്രേഡിന്റെ ആസ്പെക്റ്റില്. അല്ലെങ്കിൽ റേസിംഗിന്റെ ആസ്പെക്റ്റിൽ തന്നെ ചിന്തിച്ചിട്ട് നമുക്ക് ട്രേഡിലോട്ട് വരാം. എങ്ങനെയാണ്? ഇപ്പൊ നമ്മളൊരു F1 റേസ് നടക്കുകയാണ്. അത് നിങ്ങൾക്കറിയാം, കുറച്ച് ലാപ്പ് കഴിയുമ്പോൾ അവർക്ക് എന്താണ്? റീഫ്യൂലിങ്ങും പിന്നെ ടയറൊക്കെ ചേഞ്ച് ചെയ്യാനും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ അവിടെ ഒരുപാട് ഡിലേ ആവുകയാണെങ്കിൽ എന്താവും? വേറെ ഒരാള് ഈ ഒരു നമുക്ക് കണക്കാക്കാം A1 ആണ് ടോപ്പിൽ നിൽക്കുന്നത്, അല്ലെ? A1 ഇപ്പം ഏറ്റവും മുന്നിലോട്ട് ലാപ്പില് ഫസ്റ്റ് റാങ്കിൽ വരെയാണ്. അപ്പൊ പുള്ളിക്കാരൻ എന്ത് ചെയ്യും? അവിടെ ഹോൾട്ട് ചെയ്യും, നിർത്തും, വണ്ടി നിർത്തിയിടും. ആ നിർത്തിയിടുന്ന സമയത്ത് അവിടുത്തെ എഞ്ചിനീയേഴ്സ് ഒക്കെ ആ പണി ചെയ്ത് തീർക്കാൻ, എന്ന് വെച്ചാൽ മറ്റേ റീഫ്യൂലിങ്ങും കാര്യങ്ങൾ ചെയ്യാൻ ഒരുപാട് ഡിലേ ആവുകയാണെങ്കിൽ 2ാം സ്ഥാനം നിൽക്കുന്ന A2 എന്താണ്? നിസ്സാരമായിട്ട് ഇയാളെ ഓവർടേക്ക് ചെയ്ത് ഫ്രണ്ടിൽ പോകും, അല്ലെ? അങ്ങനെ വരുമ്പോ ആര് തോറ്റുപോകും? A1 തോറ്റുപോകും, അല്ലെ? അവിടെ ഈ ഡിലേ, ഈ ഹോൾട്ട് ചെയ്യുന്ന സമയത്ത് ഡിലേ ഉണ്ടാവാതിരുന്നെങ്കിൽ ഈ പുള്ളിക്കാരന്റെ സ്വന്തം പൊസിഷൻ റാങ്ക് 1 സസ്റ്റെയിൻ ചെയ്യാൻ പറ്റുമായിരുന്നു. അത് തന്നെയാണ് ഇതിലും സംഭവം ഉള്ളത്. എങ്ങനെയാണ്? അപ്പോൾ ഞാൻ സിമ്പിൾ ആയിട്ട് മനസ്സിലാക്കാം. നമുക്ക് ഒരു ട്രെയിൻ ഉണ്ട്. ട്രെയിനിൽ നമ്മൾ ഗുഡ്സ് ക്യാരി ചെയ്തു. നമ്മളെ ഒരു എസ്റ്റിമേറ്റഡ് നമ്മൾ എന്താണ്? കേരള ഔട്ട് തുടങ്ങുകയാണ്. കേരളയിൽ നിന്ന് ജേർണി തുടങ്ങുകയാണ്. നമുക്ക് എവിടെ എത്തിക്കണം? ഡൽഹിയിൽ. ഓക്കെ. അപ്പോൾ ഡൽഹിയിൽ കണ്ടിന്യൂസ് ആയിട്ട് ട്രെയിൻ ഓടൂല. നമ്മളെ എന്താണ്? ഫ്രൈറ്റ് ട്രെയിൻസ് കണ്ടിന്യൂസ് ആയിട്ട് ഓടൂല. അത് ഹോൾട്ട് ചെയ്യും, നിർത്തും. ഓരോ സ്ഥലങ്ങളിൽ നിർത്തിയിട്ടേ പോവുള്ളൂ. ഓക്കെ. കാരണം അവിടെ ട്രെയിൻ ഓടിക്കുന്നത് ആരാണ്? മനുഷ്യരാണ്. എന്നിട്ട് പിന്നെ അതിന് റീഫ്യൂലിങ്ങും കാര്യങ്ങൾ, എന്നിട്ട് പിന്നെ കുറെ അതിന്റെ മെയിൻ്റെനൻസ് കാര്യങ്ങളൊക്കെ നോക്കേണ്ടി വരും, അല്ലെ? അത് കഴിഞ്ഞിട്ട് പിന്നെ കുറെ സിഗ്നൽസ് എല്ലാം കാര്യങ്ങളും കഴിഞ്ഞിട്ടേ പോവുള്ളൂ. അപ്പൊ ഇത് ഇങ്ങോട്ട് പോകുമ്പോ പലയിടത്തും ട്രെയിൻസ് എന്താണ്? ചിലപ്പോൾ ഡാമേജ് ആവും, എന്തെങ്കിലും ആവും, മാറ്റണം. അപ്പോൾ മാറ്റുമ്പോ അല്ലെങ്കിൽ ഓരോ സെക്ഷനിൽ ഹോൾട്ട് ചെയ്തിട്ട് വേറെ റൂട്ട് പിടിക്കും. കാരണം ഇന്ത്യൻ ട്രെയിൻസ് ഇങ്ങനെ സ്ട്രേറ്റ് പോകില്ല. ചിലയിടത്തൊക്കെ എന്താണ്? ഫ്രൈറ്റ് ട്രെയിൻസിന് പോകാനുള്ള പെർമിഷൻ കണ്ടപ്പോൾ അവിടെ ഹോൾട്ട് ചെയ്ത് കുറച്ച് ദിവസം അവിടെ നിർത്തിയിട്ടിട്ടായിരിക്കും പോകാൻ പറ്റുന്നത്. അപ്പോൾ അവർക്ക് ഗോഡൌൺസ് ഉണ്ടാവും. ഓക്കെ. അപ്പോൾ ഇവിടെ പ്രോപ്പർ ഗോഡൌൺസ് ഇല്ല. അങ്ങനെ വരുമ്പോൾ എന്താണ്? ഗുഡ്സ് ഡാമേജ് ആവും. ഓക്കെ. പിന്നെ അത് മാത്രമല്ല, ഈ ഗോഡൌണിൽ ഒരിക്കൽ ഇട്ട് കഴിഞ്ഞാൽ തിരിച്ചെടുക്കാൻ ചിലപ്പോൾ ആളുകൾ അല്ലെങ്കിൽ സമയത്ത് ആ ഒരു മോഡ് ഓഫ് ട്രാൻസ്പോർട്ട് അവൈലബിൾ ആയിരിക്കില്ല. അങ്ങനെ വരുമ്പോൾ എന്താണ്? ആ കമ്പനിക്ക് ഡിലേസ് ഉണ്ടാവും. അത് കാരണം അവർക്ക് നഷ്ടം ഉണ്ടാവും. മറ്റടുത്ത് റാങ്ക് നഷ്ടപ്പെട്ടു. ഇവിടെ എന്താണ്?
പൈസ നഷ്ടപ്പെടും. അങ്ങനെ വരുമ്പോൾ എന്താണ് ലോജിസ്റ്റിക് കോസ്റ്റ് എന്ന് പറയും ഇതിന്. ഓക്കെ, ലോജിസ്റ്റിക് കോസ്റ്റ് കൂടുകയാണ്. ഇവിടെ 2 ദിവസം ഹോൾട്ട് ചെയ്തിട്ട് പോകേണ്ട സ്ഥലമാണെങ്കിൽ 4 ദിവസം ഹോൾട്ട് ചെയ്യണമെങ്കിൽ അവിടെ റെന്റ് കൂടൂലേ? 2 ദിവസത്തെ റെന്റ് ആദ്യം കൊടുത്താൽ മതി 100 വെച്ച്. ഓക്കെ, എത്ര? 200 രൂപ. പക്ഷെ അതേസമയം എന്തെങ്കിലും ഇഷ്യൂ വന്നിട്ട് മഴയൊക്കെ പെയ്ത്, ചിലപ്പം മഴയ്ക്ക് വേണ്ടി അത് ഗോഡൌൺ ഉണ്ടാക്കിയിട്ടേ ഇല്ല, മഴ പെയ്ത് അങ്ങനെ എന്തെങ്കിലും പ്രശ്നം വന്ന് അവിടെ ഷീറ്റൊക്കെ ഇട്ട് അവർക്ക് അത് നനഞ്ഞ്, അതുകൊണ്ട് തന്നെ കുറച്ചു കാലം അവിടെ ഇട്ടിട്ടേ എടുക്കാൻ പറ്റുള്ളൂ. അങ്ങനെ വരുമ്പോൾ 5-6 ദിവസം കുറെ കൂടെ ഡിലേ ആവും. അങ്ങനെ വരികയാണെങ്കിൽ ഈ കോസ്റ്റ് 200 രൂപ ആവേണ്ടത് എന്താവും? 700-800 രൂപ. ഓക്കെ, അപ്പോഴെന്താണ് ആ കമ്പനിക്ക് എക്സ്ട്രാ കോസ്റ്റ് ബിയർ ചെയ്യേണ്ടവരാണ്. ടോട്ടൽ കോസ്റ്റ് അവരെ പ്രോഫിറ്റിൽ നിന്നാണ് ഈ പൈസ പോകുന്നത്. അങ്ങനെ വരുമ്പോൾ ബിസിനസ്സിൽ ലോസ് ഉണ്ടാവാൻ തുടങ്ങും. അപ്പോൾ ആ ലോസ് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയാണ് ഞാൻ ഇതൊരു എക്സാമ്പിൾ പറഞ്ഞെന്നുള്ളൂ. ഇതെന്താണ് റെയിൽവേസ് എല്ലാ ആസ്പെക്റ്റിലും ഇത് വരുന്നുണ്ട്. ഓക്കെ, റെയിൽവേ മാത്രമല്ല, നമ്മളെ എന്താണ് പറയണേ, നിങ്ങളെ ഷിപ്പിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. ലോജിസ്റ്റിക്സ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ ആ ഒരു ആസ്പെക്ടിന് വേണ്ടിയാണ് ഗതിശക്തി ഉണ്ടാക്കിയിട്ടുള്ളത്. ഗതിശക്തി കൂട്ടാൻ വേണ്ടി എന്ത് ചെയ്യണം? നമുക്ക് പ്രോപ്പർ ലോജിസ്റ്റിക് അറേഞ്ച്മെന്റ്സ്, മൾട്ടി മോഡൽ ലോജിസ്റ്റിക് അറേഞ്ച്മെന്റ്സിന് വേണ്ടിയാണ് എന്താണ് പറഞ്ഞത് ഗതിശക്തി. മൾട്ടി മോഡൽ എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഇവിടുന്ന് ട്രെയിൻ ഉണ്ട്, ഇവിടെ ഒരു സ്റ്റേഷനിൽ ഇറക്കി, പിന്നെ അവിടെ നിന്ന് അവർ എന്ത് ചെയ്യും? ട്രക്കിൽ കൊണ്ടുപോകും. ട്രക്ക് കൊണ്ടുപോയിട്ട് പിന്നെ പോർട്ടിൽ എത്തിയിട്ട് ഷിപ്പിൽ കൊണ്ടുപോയിട്ട് പിന്നെ അവിടുന്ന് ഷിപ്പിൽ നിന്ന് മറ്റേ പോർട്ടിൽ എത്തിക്കുക. അപ്പൊ ഇതെന്താണ് മൾട്ടി മോഡൽ ആവും. ചിലപ്പോൾ ഈ ട്രെയിനിൽ എത്തിയത് ഫ്ലൈറ്റിൽ നിന്നായിരിക്കാം. ഓക്കെ, അങ്ങനത്തെ രീതിയിൽ. അപ്പോൾ ഒരുപാട് അതിന് ഒരു എന്താണ് സിങ്ക്രണൈസ് ചെയ്ത് വെക്കുക എന്നുള്ള ഉദ്ദേശം വെച്ച് തുടങ്ങിയിരിക്കുന്ന ഒരു പ്ലാനാണ് ഗതിശക്തി. എപ്പോഴാണ് ലോഞ്ച് ചെയ്തതെന്ന് വെച്ചാൽ 2021 ഓക്കെ, അപ്പൊ നേച്ചർ എന്താണ്? മാസ്റ്റർ പ്ലാൻ ഓഫ് മൾട്ടി മോഡൽ കണക്ടിവിറ്റി. ഞാൻ ഇപ്പം പറഞ്ഞില്ലേ മൾട്ടി മോഡൽ കണക്ടിവിറ്റി ആണ്. ഓക്കെ, എന്നിട്ട് ഇതെന്താണ് എല്ലാ സ്കീംസും ഈ ഇങ്ങനെ ഒരു ട്രാൻസ്പോർട്ടേഷന് വേണ്ടി എല്ലാ മിനിസ്ട്രിയുടെ സ്കീംസ് വരണില്ലേ, അതിനെല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഭാരത് മാല, സാഗർമാല നിങ്ങൾക്കറിയാം ഷിപ്പിംഗിന്റെ ഇതാണ്, ബേസ്ഡ് ആണ്. ഇൻലാൻഡ് വാട്ടർവേസ് ഉണ്ട്, നിങ്ങൾക്കറിയാം ഗംഗ വാട്ടർവേസ്, ബ്രഹ്മപുത്ര, അതൊക്കെ. പിന്നെ ഡ്രൈ ലാൻഡ് പോർട്സ്, ഉഡാൻ എന്ന് പറഞ്ഞാൽ അറിയാലോ, റീജിയണൽ കണക്ടിവിറ്റിക്ക് വേണ്ടി അഫോർഡബിൾ റീജിയണൽ കണക്ടിവിറ്റി. ഉഡേ ദേശ് കാ ആം നാഗരിക് ആണ് ഉഡാനിന്റെ ഫുൾ ഫോം. അതിനു വേണ്ടി, ഇതിനൊക്കെ വേണ്ടിയാണ് ഇവരെന്ത് ചെയ്തിട്ടുള്ള ഗതിശക്തി. ഇതെല്ലാം ലിങ്ക് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഒറ്റ സ്ഥലത്ത് തന്നെ എല്ലാം അവൈലബിൾ ആവാ എന്നുള്ള ഉദ്ദേശമാണ്. അപ്പോൾ ഇതിനൊരു ബഡ്ജറ്ററി അലോക്കേഷൻ ഉണ്ട് 2024 വേണ്ടി. അത് ഇമ്പോർട്ടന്റ് ആണ്, കാരണം എക്സാമിന് ചോദിക്കാം. 75,000 crores ആണ് അലോക്കേറ്റ് ചെയ്തിട്ടുള്ളത് 2024 വേണ്ടി. ഓക്കെ, അത് എക്സാമിന് ചോദിക്കാം, അത് അറിഞ്ഞിരിക്കാം. ബാക്കി ഞാൻ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഓക്കെ, അടുത്ത് ഈ ബേസിൽ എന്ത് ക്വസ്റ്റ്യൻ ഫോം ചെയ്യാം? ഓക്കെ, ഇപ്പൊ നമ്മൾ നോക്കിയ കാര്യം തന്നെയാണ്, നിങ്ങൾ തന്നെ ആലോചിച്ച് പറയണം ഇതിന്റെ ക്വസ്റ്റ്യൻ ആൻസർ എന്തായിരിക്കും. വാട്ട് ഈസ് ദ പ്രൈമറി ഒബ്ജക്റ്റീവ് ഓഫ് PM ഗതിശക്തി? ആലോചിക്കുക, പോസ്റ്റ് ചെയ്യുക വീഡിയോ, എന്നിട്ട് ആൻസർ എന്ത് കറക്റ്റ് ആയിരിക്കും എന്ന് കമന്റ് ചെയ്ത് പറയാം. ഓപ്ഷൻ ABCDE ഏതാണ് കറക്റ്റ് എന്ന് കമന്റ് ചെയ്ത് പെട്ടെന്ന് പറയുക. ഓക്കെ, അപ്പോൾ നമുക്ക് ഫ്രണ്ടിലോട്ട് ആൻസർ ഞാൻ പറഞ്ഞുതരാം. എന്താണ്? എൻഹാൻസിങ് മൾട്ടി മോഡൽ കണക്ടിവിറ്റി ആണ് ആൻസർ. ഓക്കെ, അത്ര അറിയാലോ. അടുത്ത ന്യൂസിലോട്ട് പോവാം. Super 100 winners of Project Veer Gatha 3.0 felicitated by Sri Rajnath Singh and Sri Dharmendra Pradhan in New Delhi. First of all, നമ്മൾ അറിയേണ്ട കാര്യം ശ്രീ രാജ്നാഥ് സിംഗ് ആരാണെന്ന് നമ്മൾ എക്സാമിന് ചോദിക്കാൻ സാധ്യതയുള്ള കാര്യമാണ്. നിങ്ങൾക്ക് അറിയാനുള്ള കാര്യം തന്നെയാണ്. മിനിസ്ട്രി ഓഫ് ഡിഫൻസ് അല്ലെങ്കിൽ രക്ഷാമന്ത്രി എന്ന് പറയും. പിന്നെ അടുത്ത ക്വസ്റ്റ്യൻ വരാം, ധർമ്മേന്ദ്ര പ്രധാൻ ജി ആരാണ്? അല്ലേ, ധർമ്മേന്ദ്ര പ്രധാൻ ജി ആരാണെന്ന് പറഞ്ഞാൽ മിനിസ്ട്രി ഓഫ് എഡ്യൂക്കേഷന്റെ മിനിസ്റ്റർ ഇൻചാർജ് ആണ്. യൂണിയൻ മിനിസ്റ്റർ ഓഫ് എഡ്യൂക്കേഷൻ, ഇറ്റ് ഈസ് ധർമ്മേന്ദ്ര പ്രധാൻ. ഇത് രണ്ട് ക്ലിയർ ആയല്ലോ. അടുത്ത ചോദ്യം, വീർ ഗാഥ 3.0 എന്താണ്? എന്നിട്ട് സൂപ്പർ 100 എന്താണ്? ഈ ഒരു ചോദ്യം. വീർ ഗാഥ 3.0 അണ്ടറിലാണ്, വീർ ഗാഥ എഴുത്തോടെ പോയി. ഓക്കെ, ന്യൂസ് മാറിപ്പോയി അല്ലേ. ഓക്കെ, വീർ ഗാഥ 3.0 അണ്ടറിലാണ് ഈ സൂപ്പർ 100 എന്ന് പറയുന്ന സംഭവം വരണത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഫസ്റ്റ് വീർ ഗാഥ 3.0 എന്തെന്ന് മനസ്സിലാക്കാം. വീർ ഗാഥ 3.0 എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമല്ല, നമ്മളെ സോൾജേഴ്സ് നമ്മളെ നേഷന് വേണ്ടി സാക്രിഫൈസ് ചെയ്തിട്ടുണ്ട്. സുപ്രീം സാക്രിഫൈസ്. ദേ ലേഡ് ഡൗൺ ദെയർ ലൈഫ് ഫോർ ദ നേഷൻ, ഫോർ ടു പ്രൊട്ടക്ട് ദ നേഷൻ. നമ്മളും നിങ്ങളും സേഫ് ആയിട്ട് ഇവിടെ നിൽക്കാൻ വേണ്ടി അവരെന്ത് ചെയ്ത് അവരെ ജീവിതം ലേ ഡൗൺ ചെയ്തിട്ടുണ്ട്. മാർട്ടിയേഴ്സ് ആയിട്ടുണ്ട്, അല്ലെ, ഷഹീദായി. ഓക്കെ, അപ്പോൾ അവരെ കഥ, ദാറ്റ് ഈസ് ദെയർ സ്റ്റോറി നീഡ്സ് ടു ബി നോൺ, അല്ലെ. ആ സ്റ്റോറി ഇന്ന് നിങ്ങൾക്ക് അറിയാമോ? എല്ലാവരും സ്റ്റോറി അറിയാമോ? ഇല്ല. പല 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 ബ്രേവറി കാണിച്ച സോൾജേഴ്സിന്റെ സ്റ്റോറി ആർക്കും അറിഞ്ഞിടാം, അങ്ങനെ ഒരു പേര് പോലും അറിഞ്ഞിടാതെ പോയിട്ടുണ്ട്. ബട്ട് ഇനി വരാൻ പോണ ഫ്യൂച്ചർ ജനറേഷൻ അങ്ങനെ അറിയാതിരിക്കരുത്. അവരറിയണം, അവർ ഇൻസ്പയർഡ് ആവണം. എന്നിട്ട് ഇൻസ്പയർഡ് ആയിട്ട് എന്ത് ചെയ്യണം? ആർമി, എയർഫോഴ്സ് അങ്ങനത്തെ കാര്യങ്ങൾക്ക് ജോയിൻ ചെയ്യണം. അല്ലെങ്കിൽ അവര് ഇതേപോലത്തെ എന്തെങ്കിലും നേഷനെ കോൺട്രിബ്യൂട്ട് ചെയ്യണ ഒരു എലമെന്റിൽ ജോയിൻ ചെയ്യണം. അത് ഒരു ഇന്റൻഷൻ വെച്ചിട്ടാണ് വീർ ഗാഥ എന്ന് പറയുന്നത്. വീർ എന്ന് പറഞ്ഞാൽ എന്താണ്? സോൾജേഴ്സ്, അല്ലെങ്കിൽ ബ്രേവറി. വീർ എന്ന് പറഞ്ഞാൽ എന്താണ്? ബ്രേവറി. ഗാഥ എന്ന് പറഞ്ഞാൽ കഥ, അവരെ കഥ. ഓക്കെ, അവരെ സ്റ്റോറി, അല്ലെ, ലെജൻഡ്.
അവർ ആ ലെജൻഡ് സ്റ്റുഡൻസിന്റെ ഇടയ്ക്ക് എത്തിക്കുക എന്നുള്ള ഉദ്ദേശമുണ്ട്. അപ്പൊ ഇതിൽ എന്താണ് പറ്റണമെന്ന് വെച്ചാൽ ഈ സ്റ്റുഡൻസിന് സ്റ്റോറീസും ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ കാണിക്കും, ഒരു ഡോക്യുമെന്ററി പോലെയും കഥകളും പറയും. അത് കഴിഞ്ഞിട്ട് എന്താണ് ഇവർക്ക് കുറെ കോമ്പറ്റീഷൻസ് ഉണ്ടാവും, ലൈക്ക് പോയം കോമ്പറ്റീഷൻ, റൈറ്റിംഗ്, പോയം മാത്രമല്ല വേറെ എന്താണ്, ആർട്ട് ഉണ്ട്, പോയം, എസ്സേ, മൾട്ടിമീഡിയ ഫോർമാറ്റ്സ്. ഓക്കെ, പല ഫോർമാറ്റ്സിലുള്ള ഇതുണ്ടാവും. എന്നിട്ട് അതിൽ നിന്ന് അവർ 100 ആൾക്കാരെ സെലക്ട് ചെയ്യും, 100 വിന്നേഴ്സിന്. നല്ല പോയം എഴുതിയോ ആർട്ടോ എസ്സേ മൾട്ടിമീഡിയ ഫോർമാറ്റ്സിലുള്ള എല്ലാത്തിനെയും കൂടെ അവരെന്ത് ചെയ്യും, സെലക്ട് ചെയ്യും. ഒരു 100 ആൾക്കാരെ അവർക്ക് 10,000 രൂപ വെച്ച് അവാർഡ് കൊടുക്കും. ടോപ്പ് 100ന് എന്താണ് 10,000 rupees ആണ് ക്യാഷ് പ്രൈസ് കിട്ടുന്നത്. ഓക്കെ, 10,000 rupees ക്യാഷ് പ്രൈസ് കിട്ടും. ഇത് എക്സാം പോയിന്റ് ഓഫ് വ്യൂ റെലവെന്റ് ആയിട്ടുള്ള കാര്യമാണ്, അറിഞ്ഞിരിക്കുക. അപ്പോൾ ഇതിലെ ടോട്ടൽ ഇവാലുവേഷൻ കമ്മിറ്റി എത്രയാണ്, അറൌണ്ട് 3,900 സബ്മിഷൻസ് എന്നാണ് ഈ 100 ആൾക്കാരെ സെലക്ട് ചെയ്യുന്നത്. ക്ലിയർ ആണല്ലോ? അപ്പോൾ ഇത് നാഷണൽ ലെവലിലാണ് ഈ അവാർഡ് കൊടുക്കുന്നത്. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു അവാർഡാണ്, എന്താണ് സ്റ്റുഡൻസിന് വേണ്ടിയുള്ളത്. ഓക്കെ, അപ്പോൾ ഇത്തരം കാര്യമാണ് നമ്മൾ ഈ എക്സാം പോയിന്റ് നിന്ന് അറിയേണ്ടത്. അടുത്തെന്ന് പറഞ്ഞ ക്വസ്റ്റ്യൻ, ഇതിന്റെ പ്രൈമറി ഒബ്ജക്റ്റീവ് എന്താണ്? അത് ഇവിടെ നിങ്ങൾക്ക് ചോദ്യം കൊടുത്തിട്ടുണ്ട്. എന്തായിരിക്കും ഇതിന്റെ പ്രൈമറി ഒബ്ജക്റ്റീവ്? നിങ്ങൾ കമന്റ് ചെയ്ത് പറയാം. ഞാൻ ഇതിന്റെ ആൻസർ എന്തായാലും പറയണില്ല, കാരണം ഐ എക്സ്പെക്ട് യു ടു നോ ദാറ്റ്. ഓക്കെ, ഇത് വലിയ ഓബ്വിയസ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്, ഇത് നിങ്ങൾ അറിഞ്ഞിരിക്കണം. നെക്സ്റ്റ്, അടുത്തെന്ന് പറഞ്ഞാൽ ഇമ്പോർട്ടൻറ്റ് മിലിറ്ററി എക്സസൈസ് ആണ് ഡിഫൻസ് സെക്ടറിലുള്ളത്. എന്താണ് എക്സസൈസ് ഡെസേർട്ട് നൈറ്റ്, അല്ലേ? എക്സസൈസ് ഡെസേർട്ട് നൈറ്റ്. ഡെസേർട്ട് എന്ന് പറയുമ്പോഴാണ് നിങ്ങൾക്ക് ഒരു ഉദ്ദേശം കിട്ടണം, ഡെസേർട്ട് ഏരിയയിലായിരിക്കണം. അപ്പോൾ നമുക്കൊരു ഉദ്ദേശം വരും, എന്താണ് ഇത് UAE ആയിട്ട് ബന്ധപ്പെട്ടതാണ്, അല്ലേ? UAE, ദുബായ്, അത് കുറെ കൺട്രീസ് ഉണ്ട്, എന്നാലും നമുക്ക് ഓർമ്മിക്കാം. ഡെസേർട്ട് നൈറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, UAE. ഓക്കെ, യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ്. അവരെ എയർഫോഴ്സ് പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ട്. ഫ്രഞ്ചിന്റെ എയർ ആൻഡ് സ്പേസ് ഫോഴ്സ് പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ട്. ഇതൊരു പുതിയ ടേം ആയിട്ട് കേട്ടിട്ടുണ്ടായിരിക്കും, സ്പേസ് ഫോഴ്സ്. സ്പേസ് ഫോഴ്സ് എന്താണ്? നമ്മൾ ഈ കുറെ മൂവീസ് ഒക്കെ ഫോറിൻ, നമ്മളെ ഹോളിവുഡ് മൂവീസ് ഒക്കെ കണ്ടിട്ടുണ്ടായിരുന്നു, സ്പേസ് ഫോഴ്സ് ഉണ്ടല്ലേ. അപ്പോൾ ഈ സ്പേസ് ഫോഴ്സ് നമുക്കൊരു ചോദ്യം ചിലപ്പോൾ എക്സാമിന് വരാം. എന്താണ്, which of the following was the first country to എന്താണ് officially announce a space force? ഓക്കെ, സ്പേസ് ഫോഴ്സ് ഒരു മിലിറ്ററിയുടെ നെക്സ്റ്റ് എന്താണ് പറയണത്, ഒരു പ്ലാറ്റ്ഫോം ആയിട്ട് കണക്കാക്കാം. എയർ, ലാൻഡ്, വാട്ടർ, ഇത് 3 ഉണ്ട്. ഇനി സ്പേസും കൂടെ വരെയാണ്. അപ്പോൾ വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് ദ കൺട്രി വിച്ച് ലോഞ്ച്ഡ്, ഫസ്റ്റ് കൺട്രി ടു ലോഞ്ച് സ്പേസ് ഫോഴ്സ്, ഒഫീഷ്യലി ലോഞ്ച് സ്പേസ് ഫോഴ്സ്? അത് ഏതായിരിക്കും? നിങ്ങൾക്ക് ഉത്തരം അറിയായിരിക്കും. നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാമെങ്കിൽ കമന്റ് ചെയ്ത് പറയുക, ഞാൻ നിങ്ങൾക്ക് ഉത്തരം പറഞ്ഞുതരാം എന്തായാലും. എന്താണ്, ഇറ്റ് വാസ് റഷ്യ. റഷ്യ എപ്പോഴാണെന്ന് വെച്ചാൽ 1992 അവർ ഇത് ലോഞ്ച് ചെയ്തിട്ടുള്ളത്. ചൈന റീസെന്റ് അവര് എന്താണ് ഇത് പറഞ്ഞിട്ടുണ്ട്, സ്പേസിനെ ഡിമാർക്കേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അവരങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സ്പേസ് ഫോഴ്സ് എന്നല്ല, അവര് സ്പേസ് മിലിറ്ററി ഓപ്പറേഷൻസ് നടത്തും എന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. മിലിറ്ററൈസിങ് എന്താണ് സ്പേസ് എന്നുള്ള രീതി കോൺസെപ്റ്റ് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ബട്ട് ഫസ്റ്റ് കൺട്രി ടു ഒഫീഷ്യലി ലോഞ്ച് സ്പേസ് ഫോഴ്സ് എന്ന് പറഞ്ഞാൽ ആരാണ്? റഷ്യയാണ്. ഓക്കെ, അടുത്ത് ഇപ്പൊ ഇതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യണം, എക്സസൈസ് ഡെസേർട്ട് നൈറ്റിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന ആരൊക്കെയാണ്? ഇന്ത്യൻ എയർഫോഴ്സ്. ഓക്കെ, ഇന്ത്യൻ എയർഫോഴ്സ്, ഫ്രഞ്ച് എയർ ആൻഡ് സ്പേസ് ഫോഴ്സ്, പിന്നെ UAE എയർഫോഴ്സ്. ഓക്കെ, ഇതിന്റെ ഡേറ്റ് വെന്യൂ എന്താണ്? ഡേറ്റ് എന്ന് പറഞ്ഞാൽ 23rd ആയിരുന്നു, 2024. പിന്നെ എവിടെ വെച്ചാണെന്ന് പറഞ്ഞാൽ അൽ ദഫ്ര എയർ ബേസ് ഇൻ UAE. ഓക്കെ, അൽ ദഫ്ര എയർ ബേസ് ഇൻ UAE-ലാണ് ഇത് ഹോസ്റ്റ് ചെയ്തിട്ടുള്ളത്. UAE ആണ് ഹോസ്റ്റ് ചെയ്ത. എവിടെ വെച്ചാണ്? അൽ ദഫ്ര എയർ ബേസിൽ വെച്ചാണ്. അപ്പോൾ ഇതിന്റെ ബേസിക്കലി നമ്മളെ എയർ ഫൈറ്റിംഗ് കപ്പാബിലിറ്റീസിനെ ഒരു എന്താണ് സിങ്ക്രണൈസ് ചെയ്യുക, എന്നിട്ട് അങ്ങനത്തെ എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടെങ്കിൽ അവർക്ക് ഒത്ത് വന്ന് ഫൈറ്റ് ചെയ്യാൻ വേണ്ടിയുള്ളത് ഇതിന് വേണ്ടിയാണ് അവർ ചെയ്തിട്ടുള്ളത്. വലിയ ഇമ്പോർട്ടന്റ് അല്ല പർപ്പസ് ഒന്നും, പക്ഷേ നമ്മൾ ഇത്തരം കാര്യം അറിയാം. അപ്പോൾ ഇതിൽ എന്തൊക്കെയാണ് യൂസ് ചെയ്തിട്ടുള്ളത്? ഇന്ത്യയുടെ സൈഡിൽ നിന്നും മറ്റു കൺട്രീസ്, FASF അവർ യൂസ് ചെയ്തതെന്ന് പറഞ്ഞാൽ ഫ്രഞ്ച് എയർ ആൻഡ് സ്പേസ് ഫോഴ്സ് എന്താണ് യൂസ് ചെയ്തത്? റാഫേൽ ഫൈറ്റർ എയർക്രാഫ്റ്റ് യൂസ് ചെയ്തിട്ടുണ്ട്. മൾട്ടി റോൾ ടാങ്കർ ട്രാൻസ്പോർട്ട് അതും കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ UAE എന്താണ് F-16 മാത്രമേ ഉണ്ടാകുന്നുള്ളൂ. ഇന്ത്യയിൽ സുഖോയ് 30 MKI, പിന്നെ MiG-29 ജഗോർ എയർബോൺ വാർണിംഗ് ആൻഡ് കൺട്രോൾ സിസ്റ്റം AWACS. ഇത് നമ്മൾ പഠിച്ചിട്ടുള്ള കാര്യം തന്നെയാണ് AWACS. ഓക്കെ, ഇത് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടെന്ന്. പിന്നെ C-130J ട്രാൻസ്പോർട്ട് പ്ലെയിനും എയർ ടു എയർ റീഫ്യൂലറും ഉണ്ടായിരുന്നു ഇന്ത്യയുടെ ഭാഗത്ത്. ഓക്കെ, ഇന്ത്യയാണ് ഏറ്റവും കൂടുതൽ നമ്മൾ എന്താണ് സംഭവങ്ങൾ യൂസ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് അതും ഇമ്പോർട്ടന്റ് ആണ്, റെലവെന്റ് ആണ്. പിന്നെ അബൌട്ട് ഇന്ത്യൻ എയർഫോഴ്സ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം എന്താണ്, ചീഫ് ഓഫ് എയർ സ്റ്റാഫ് ആരാണ്? ഇറ്റ് ഈസ് എയർ ചീഫ് മാർഷൽ വിവേക് റാം ചൗധരി. എയർ ചീഫ് മാർഷൽ ആരാണ്? വിവേക് റാം ചൗധരിയാണ്. ഹെഡ് ക്വാർട്ടർ എവിടെയാണ്? ന്യൂഡൽഹി. ഓക്കെ, പിന്നെ എസ്റ്റാബ്ലിഷ് ചെയ്തത് 1932. പിന്നെ മോട്ടോ ടച്ച് ദ സ്കൈ വിത്ത് ഗ്ലോറി. ടച്ച് ദ സ്കൈ വിത്ത് ഗ്ലോറി ആണ് അവരെ മോട്ടോ. ഓക്കെ, ഇത്തരം കാര്യങ്ങൾ അറിഞ്ഞിരിക്കുക, എക്സാമിന് ചോദിക്കാൻ സാധ്യതയുള്ളതാണ്. അടുത്ത് ഈ ചോദ്യം നോക്കുക, ശ്രദ്ധിച്ച്. Which of the following countries hosted the trilateral air force exercise Desert Night? Okay,
held on January 23rd, 24. Okay. അപ്പോൾ ഇതെന്താണ് ഇന്ത്യ, ഫ്രാൻസ്, UAE, പിന്നെ ഇന്ത്യ, ഫ്രാൻസ് ആൻഡ് UAE, യുണൈറ്റഡ് സ്റ്റേറ്റ്സ്. അപ്പോൾ ഇതിന്റെ ഓപ്ഷൻ നിങ്ങൾക്ക് അറിയാം. ഇത് ഹോസ്റ്റ് ചെയ്തത് ആരാണെന്ന് ചോദിച്ചത് പാർട്ടിസിപ്പേറ്റ് ചെയ്തതെന്നല്ല, ഹോസ്റ്റ് ചെയ്തതെന്ന് വെച്ചാൽ എന്താണ് UAE ആണ് ഹോസ്റ്റ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് അത് അറിഞ്ഞിരിക്കാം. ഓക്കെ, നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ നെക്സ്റ്റ് കറണ്ട് അഫയേഴ്സിലോട്ട് പോകാം. എന്താണ് ആയുഷ്. ഓക്കെ, ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളൊരു സംഭവമാണ്. ഓക്കെ, ഇത് ഒരു സർവേ ആണ്. ഓക്കെ, സർവേ എന്ന് പറഞ്ഞാൽ എന്താണ് എൻറോൾമെന്റ്, ഈ എഡ്യൂക്കേഷനെ കുറിച്ചുള്ള എൻറോൾമെന്റിനെ കുറിച്ചുള്ള ബന്ധപ്പെട്ട ഒരു സർവേ ആണ്. അതായത് എത്ര ആൾക്കാർ സ്റ്റുഡൻസ് എൻറോൾ ആവുന്നുണ്ട്, എത്ര ഡ്രോപ്പ് ഔട്ട്സ് ആവുന്നുണ്ട്, അങ്ങനത്തെ കാര്യങ്ങൾ. അപ്പോൾ ഇതിലെന്ന് പറഞ്ഞാൽ ടോട്ടൽ എൻറോൾമെന്റ് ഇൻ ഹയർ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ്. ഓക്കെ, ഹയർ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ ഇൻക്രീസ് ആയെന്നാണ് പറയുന്നത്. 4.3 crores in 2021-22. 21-22 ഡേറ്റ വെച്ചിട്ട് അവർക്ക് മനസ്സിലായത് 4.33 crores ഇൻക്രീസ് എന്ന് പറഞ്ഞാൽ അത്രയ്ക്ക് എത്തി. ഓക്കെ, ആദ്യത്തെ കാര്യം ആദ്യം എത്ര ആയിരുന്നു? 4.14 crore ആയിരുന്നു 2020-21. അതിൽ നിന്ന് കൂടി ഇത് വന്നു. അപ്പൊ എത്ര പെർസെന്റേജ് കൂടിയെന്ന് ചോദിച്ചാൽ എന്താണ് 4.58%. ഈ SSCക്ക് ഇത്ര പെർസെന്റേജസും കാര്യങ്ങളും ചോദിക്കില്ല, പക്ഷെ ബാങ്കിന് ഇത് കാര്യം ചോദിക്കാം. പിന്നെ LIC അങ്ങനത്തെ എക്സാംസിനൊക്കെ ഇങ്ങനത്തെ ഫാക്ട് ചോദിക്കാം. SSCക്ക് സാധാരണ CGL-ഒന്നും ഇങ്ങനെ നമ്പേഴ്സ് ചോദിക്കാറില്ല. ഓക്കെ, അപ്പോഴത് ഇത്തരം കാര്യം നോക്കിയത്. പിന്നെ ഫീമെയിൽ എൻറോൾമെന്റിന്റെ കാര്യം പറയുകയാണെങ്കിൽ 2.07 crores ആണ്. 2.01 crore ആദ്യം, അതിൽ നിന്ന് കൂടിയിട്ട് 0.7 crore 2.07 crores ആയിട്ടുണ്ട്. The percentage of female enrollment to total enrollment increased from 45% in 2014-15 to 49% in 2020-21. അപ്പോൾ ഇതിൽ നോക്കേണ്ടത് അവർ ഉദ്ദേശിക്കുന്നത് ടോട്ടൽ എൻറോൾമെന്റ് 100 ആൾക്കാരാണ് ആയിട്ടുണ്ടെങ്കിൽ അതില് വിമൻസ് ആദ്യം എത്ര ആയിരുന്നു? 45% ഉണ്ടായിരുന്നു. ഇപ്പം ഈ 2020-21 നോക്കുകയാണെങ്കിൽ ടോട്ടൽ 100 ആൾക്കാർ, ദാറ്റ് ഈസ് ഫീമെയിൽ ആൻഡ് മെയിൽ രണ്ടും ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളതിൽ ഇപ്പം 49 ഫീമെയിൽസ് ആണ്. ആദ്യം 45 ആയിരുന്നു, ഇപ്പൊ 49. ഓൾമോസ്റ്റ് 50% എൻറോൾമെന്റ് റേഷ്യോ വന്നിട്ടുണ്ട്. വിമൻസും മെൻസും ഈക്വലി എൻറോൾ ആവണം എന്ന് പറയാം നമുക്ക് ഓൾമോസ്റ്റ്, അല്ലെ? അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ ഇപ്പം എത്തിയിട്ടുണ്ട്. ഓക്കെ, അടുത്ത് ഈ സർവേ ആരാണ് ബാക്ക് ചെയ്യണം എന്ന് പറഞ്ഞാൽ ഇനിഷ്യേറ്റഡ് ബൈ ആരാണ്? മിനിസ്ട്രി ഓഫ് ഹ്യൂമൻ റിസോഴ്സ് ആൻഡ് ഡെവലപ്മെന്റ്. വളരെ ഇമ്പോർട്ടന്റ് ആണ്. നമ്മളിപ്പം ആയുഷ്, നമുക്ക് ഇത് ഫുൾ ഫോം എല്ലാം കാര്യങ്ങൾ അറിയാം. എന്നിട്ട് നമ്മൾ വിചാരിക്കുന്നതാണ് ഇത് ആരാണ് ലോഞ്ച് ചെയ്തതെന്ന്. നമുക്ക് തോന്നും ഇത് ലോഞ്ച് ചെയ്തത് മിനിസ്ട്രി ഓഫ് എഡ്യൂക്കേഷൻ ആയിരിക്കും. ബട്ട് ഇത് മിനിസ്ട്രി ഓഫ് എഡ്യൂക്കേഷൻ അല്ല ലോഞ്ച് ചെയ്തത്. ഇറ്റ് ഇസ് ലോഞ്ച്ഡ് ബൈ മിനിസ്ട്രി ഓഫ് ഹ്യൂമൻ റിസോഴ്സ് ആൻഡ് ഡെവലപ്മെന്റ്, MHRD. എപ്പോഴാണ് ലോഞ്ച് ചെയ്തത്? 2011 ലോഞ്ച് ചെയ്തത്. ഇപ്പൊ ഇന്നത്തെ വീഡിയോയിൽ തന്നെ നമ്മൾ 2011 വേറെ ഒരു കാര്യം കൂടെ ലോഞ്ച് ചെയ്തത് നമുക്കറിയാം. എന്താണ്? നാഷണൽ വോട്ടേഴ്സ് ഡേ. നാഷണൽ വോട്ടേഴ്സ് ഡേ January 25 എന്നുള്ളത് കാര്യം നമ്മൾ പഠിച്ചായിരുന്നു സ്റ്റാർട്ടിങ്ങിൽ. അതും ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, അങ്ങനെ ഇങ്ങനെ കണക്ട് ചെയ്ത് പഠിക്കുക. ഒരിക്കലും സൈലോസിൽ പഠിക്കരുത്. ഒരു കറണ്ട് അഫയേഴ്സ് പിന്നെ നമ്മൾ അതിനൊരു ബോക്സിനകത്ത് ഇട്ടിട്ട് പഠിക്കരുത്. വേറെ കറണ്ട് അഫയേഴ്സിനും ലിങ്ക് ചെയ്ത് പഠിക്കുക. മനസ്സിലായില്ലേ? എന്നാലേ ഓർമ്മയിരിക്കുള്ളൂ. നമ്മളെ ബ്രെയിൻ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഒരു മെമ്മറി പാലസ് പോലെയാണ്, അല്ലേ? അതിന് എന്താണ് ഓർമ്മയിരിക്കണമെങ്കിൽ എല്ലാം കണക്റ്റഡ് ആയിരിക്കണം, ലിങ്ക് ഉണ്ടായിരിക്കണം, എന്നാലേ ഓർമ്മയിരിക്കുള്ളൂ. ഇല്ലെങ്കിൽ ഓർമ്മയിരിക്കാൻ പാടില്ല. അതുകൊണ്ട് എപ്പോഴും പഠിക്കുമ്പോൾ ലിങ്ക് ചെയ്ത് പഠിക്കാൻ നോക്കുക. ഒരു കറണ്ട് അഫയേഴ്സിനെ വേറൊരു കറണ്ട് അഫയേഴ്സ് ആയിട്ട് ലിങ്ക് ചെയ്യുക. എന്തൊക്കെ നമുക്ക് ഒരു 2011 എന്നുള്ള നമ്പർ കാണുമ്പോൾ നമ്മൾ എന്തൊക്കെ റീസെന്റ് 2011 നടന്നത് പഠിച്ചിട്ടുണ്ടെന്നുള്ളത് ഓർമ്മിച്ച് നോക്കുക. അതുകൂടാതെ ഏതെങ്കിലും ഒരു ഓർഗനൈസേഷൻ കാണുമെങ്കിൽ നമ്മൾ ആലോചിക്കണം ഈ ഓർഗനൈസേഷൻ ഇതിനു മുമ്പ് വേറെ എന്തൊക്കെ പണി ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. അങ്ങനെ ചിന്തിച്ച് നിങ്ങൾ പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ലോങ് ടേമിൽ ഭയങ്കര ബെനിഫിഷ്യൽ ആയിരിക്കും. കാണാപ്പാടം പഠിക്കേണ്ട ആവശ്യമില്ല, ഇതെല്ലാം റീകലക്ട് ആയിട്ട്. ഓക്കെ, പിന്നെ ഫാക്ട്സ് നമ്പേഴ്സ് ഒക്കെ നിങ്ങൾക്ക് കാണാപ്പാടം പഠിക്കാതിരിക്കാൻ പറ്റില്ല. ഈ നമ്പേഴ്സ് എല്ലാം അങ്ങനെ റീകലക്ട് ചെയ്യാൻ പറ്റില്ല. അത് നിങ്ങൾ പ്രത്യേകിച്ച് എഴുതി കാണാപ്പാടം പഠിച്ചേ പറ്റൂ. ഓക്കെ, അപ്പോൾ ഇത് ആയുഷ് സർവേ ആനുവലി ഇവാലുവേറ്റ് എന്താണ് സ്റ്റാറ്റസ് ഓഫ് ഹയർ എഡ്യൂക്കേഷൻ ഓഫ് ദ കൺട്രി, അത് ഇവാലുവേറ്റ് ചെയ്യാൻ വേണ്ടിയാണ് അവർ ലോഞ്ച് ചെയ്തിട്ടുള്ളത്. അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. പിന്നെ നമുക്ക് അടുത്ത ചോദ്യം വരും എന്താണ്? നമ്മുടെ ചോദ്യം വരും ഈ ആയുഷ് ഇതിന്റെ ഫുൾ ഫോം എന്താണെന്ന് ഇമ്പോർട്ടന്റ് ആണ്. അത് നിങ്ങൾ നോട്ട് ചെയ്തോ വേണമെങ്കിൽ. എന്താണ്? ഓൾ ഇന്ത്യ സർവേ ഓൺ ഹയർ എഡ്യൂക്കേഷൻ. ഓക്കെ, ഇതാണ് അതിന്റെ ഫുൾ ഫോം. ഇത് വേണമെങ്കിൽ എഴുതിക്കാൻ, ഞാൻ അത് എഴുതാൻ വിട്ടുപോയി, അതുകൊണ്ട് അതൊന്ന് നോട്ട് ചെയ്തോ. ഓക്കെ, അപ്പൊ നമുക്ക് ഇത് ബേസ്ഡ് ആയിട്ടുള്ള ഒരു ചോദ്യം നോക്കാം. എന്താണ്? When was the Ayush survey initiated and by which ministry? ഏത് മിനിസ്ട്രിയാണ് ലോഞ്ച് ചെയ്തത്? നമ്മൾ ഇപ്പോൾ ഇവിടെ പഠിച്ച കാര്യം തന്നെ 2011 ആരാണ് ലോഞ്ച് ചെയ്തത്? മിനിസ്ട്രി ഓഫ് ഹ്യൂമൻ റിസോഴ്സ് ഡെവലപ്മെന്റ്. ഓക്കെ, അപ്പോൾ ഇത്തരം കാര്യം നിങ്ങൾക്ക് ഓർമ്മയിരിക്കും എന്ന് വിശ്വസിക്കുന്നു. അപ്പൊ അടുത്ത ന്യൂസ് നോക്കുകയാണെങ്കിൽ നീതി ആയോഗിനെ കുറിച്ചാണ്. നീതി ആയോഗ്
മിനിസ്ട്രി ഓഫ് അനിമൽ ആൻഡ് ഫാമേഴ്സ് വെൽഫെയർ Agriculture and Farmers Welfare and FAO jointly launched investment forum for advancing climate resilient agri food solutions systems. അപ്പോൾ ഇനിഷ്യേറ്റ് ചെയ്തത് ആരാണെന്ന് നമുക്ക് അറിയാം. ആദ്യമേ നീതി ആയോഗ് ആണ്, പിന്നെ ആരുണ്ട്, മിനിസ്ട്രി ഓഫ് അഗ്രികൾച്ചർ ആൻഡ് ഫാമേഴ്സ് വെൽഫെയർ, എന്നിട്ട് FAO നിങ്ങൾക്ക് അറിയാം എന്താണ്, ഫുഡ് ആൻഡ് അഗ്രികൾച്ചർ ഓർഗനൈസേഷൻ. ഓക്കെ, ലോഞ്ച് ചെയ്തത് എപ്പോഴാണ്, 18/19 24 എന്നിട്ട് അത് ഇന്റർനാഷണൽ സെന്റർ എവിടെയാണ്, ന്യൂഡൽഹിയിലാണ് ലോഞ്ച് ചെയ്തിട്ടുള്ളത്. ഓക്കെ, അടുത്ത് ഇതിന്റെ എയിം എന്തായിരുന്നു, ഫോസ്റ്റർ പാർട്ട്ണർഷിപ്പ് ഫോർ ക്ലൈമറ്റ് റിസൈലന്റ് അഗ്രി ഫുഡ് ആണ്. ഓക്കെ, അപ്പോൾ ഇതിൽ കുറെ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. എന്താണ്, ഫണ്ടിങ്ങിന്റെ കാര്യമാണ്, ഇൻവെസ്റ്റ്മെന്റ് ഇൻ ഇക്വിറ്റി, ഗ്രാൻഡ്സ്, ഗ്രീൻ ബോൺഡ്സ്, അത് ഫണ്ടിങ്ങിന് വേണ്ടിയാണ്. പിന്നെ ഡിസ്കഷൻ ഓൺ അഗ്രികൾച്ചർ, ഡിജിറ്റൽ സൊല്യൂഷൻ, ഫൈനാൻസിങ്, വാല്യൂ ചെയിൻ, പ്രൊഡക്ഷൻ പ്രാക്ടീസ് ആൻഡ് ജെൻഡർ ഇൻക്ലൂഷൻ. ഇതൊന്നും നമുക്ക് എക്സാമിന് ഇമ്പോർട്ടന്റ് അല്ല, അറിഞ്ഞിരുന്നാൽ മതി. അപ്പോൾ ഇതിൽ കീ പീപ്പിൾ എന്ന് പറയുന്നത് നീതി ആയോഗിന്റെ രമേശ് ചന്ദ്, പിന്നെ മനോജ് അഹൂജ എന്താണ്, മിനിസ്റ്റർ ഓഫ് അഗ്രികൾച്ചർ ആൻഡ് ഫാമേഴ്സ് വെൽഫെയർ, ഷോംബി ഷാപ്പ് UN റെസിഡന്റ് കോർഡിനേറ്റർ, പിന്നെ തക്കിയുക്കി ഹഗിവാര. ഓക്കെ, അത് FAO റിപ്രസെന്റേറ്റീവ് ആയിരുന്നു. എന്നിട്ട് ഇതില് പാർട്ടിസിപ്പന്റ് ഓർഗനൈസേഷൻസ് ഏതൊക്കെയെന്ന് ചോദിച്ചാൽ നബാർഡ്, ICAR, ICAR, SAT, പിന്നെ വേൾഡ് ബാങ്ക്, UN ഏജൻസിയാണ്. പിന്നെ ഇതില് നീതി ആയോഗിനെ കുറിച്ച് പറയുകയാണെങ്കിൽ എന്താണ്, CER ആണ്, BVR സുബ്രഹ്മണ്യം. എന്നിട്ട് ന്യൂഡൽഹിയിലാണ് ഹെഡ് ക്വാർട്ടർ ലോഞ്ച് ചെയ്തത് എപ്പോഴാണ്, അല്ലെങ്കിൽ എസ്റ്റാബ്ലിഷ് ചെയ്തപ്പോഴാണ്, June 15. ഇത്തരം കാര്യങ്ങൾ മാത്രമേ ഇതിൽ അറിയാവുള്ളൂ, വേറെ കൂടുതൽ ഡീറ്റെയിൽസ് നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇതിൽ ഇമ്പോർട്ടന്റ് കാര്യമായിട്ട് നമ്മൾ എക്സാമിന് ചോദിക്കാൻ സാധ്യത ഉള്ളത് ഈ നീതി ആയോഗിന്റെ ഇതില് നീതി ആയോഗ്, ഹു ഇസ് ദ CEO ഓഫ് നീതി ആയോഗ്, ബേസിക്കലി അതാണ് ക്വസ്റ്റ്യൻ. പക്ഷെ ഇങ്ങനെ ഒരു ലോങ് സ്റ്റേറ്റ്മെന്റ് തരും, നമുക്ക് തോന്നുന്നത് എന്താണ്, ഇതൊരു വലിയൊരു ക്വസ്റ്റ്യൻ ആണ്, അപ്പോഴും നമുക്ക് ഡിഫിക്കൽട്ട് ആയിട്ട് ഫീൽ ചെയ്യും. ബട്ട് അതൊന്നും ഇല്ല, നിങ്ങൾക്ക് ആക്ച്വൽ ക്വസ്റ്റ്യൻ എന്താണ്, സ്ട്രേറ്റ് ഫോർവേഡ് ആണ്, ഹു ഇസ് ദ CEO ഓഫ് നീതി ആയോഗ്, അത്രേ ചോദിച്ചിട്ടുള്ളൂ. എന്നിട്ട് ഓപ്ഷൻസ് നോക്കുക, എന്താണ്, BVR സുബ്രഹ്മണ്യം. ഈ ചുമ്മാ കഥ കൊടുത്തേക്കുന്നതിൽ ഒരു കാര്യമില്ല, അത് നമ്മൾ വായിച്ച സമയം കളയേണ്ട ഒരു ആവശ്യം ഇല്ല. ബട്ട് ക്വസ്റ്റ്യൻ നല്ലതായിട്ട് വായിക്കണം എന്നുള്ളതാണ് ഞാൻ പറഞ്ഞ ഉദ്ദേശിച്ചത്. എന്താണ്, ബാക്കി വായിച്ച് കൺഫ്യൂസ്ഡ് ആവരുത്. ഓക്കെ, അവര് പേര് കൊടുത്തിട്ടുണ്ട്, അവർ ചോദിച്ചിട്ടുണ്ട് ഹു ഇസ് ദ CEO ഓഫ് നീതി ആയോഗ്. ഓക്കെ, പിന്നെ വേറൊരു ചോദ്യം ചോദിക്കാം, ചിലപ്പോൾ ഏതെങ്കിലും ഒരു പഴയ ഒരു ഇവന്റ് നടന്നിട്ടുണ്ടായിരിക്കും, പഴയ എന്ന് പറഞ്ഞാൽ ഒരു 5 വർഷമോ 4 വർഷം മുമ്പ്. അപ്പോൾ ഈ നമ്മളെ നീതി ആയോഗിന്റെ CEO വേറെ ആളായിരുന്നു. അപ്പോൾ അവർ വേണമെങ്കിൽ അങ്ങനെ ചോദിക്കാം, ഹു വാസ് ദ CEO ഓഫ് നീതി ആയോഗ് when so and so agreement was signed. ഓക്കെ, അങ്ങനെ ചോദിക്കുകയാണെങ്കിൽ അത് ശ്രദ്ധിച്ച് മനസ്സിലാക്കണം, അത് എന്താണ് ഉദ്ദേശിച്ചെന്നുള്ളത്. ഓക്കെ, അങ്ങനെ ചോദിക്കുകയാണെങ്കിൽ അത് വേറെ ഒരു ആൻസർ വരും. പക്ഷേ ഈ ഒരു കാര്യത്തിൽ ഹു ഇസ് ദ CEO ഓഫ് നീതി ആയോഗ് എന്ന് പറഞ്ഞാൽ അതാരാണ്, BVR സുബ്രഹ്മണ്യം, അതാണ് നീതി ആയോഗിന്റെ നിലവിലുള്ള CEO, അത് അറിഞ്ഞിരിക്കുക. ഓക്കെ, അപ്പൊ അടുത്ത ന്യൂസ് എന്ന് പറഞ്ഞാൽ എന്താണ്, ജസ്റ്റിസ് പ്രസന്ന ബാലചന്ദ്ര വരാലെ, ഡിസ്റ്റിംഗ്വിഷ്ഡ് ജൂറിസ്റ്റ്, പുള്ളിക്കാരനെ സുപ്രീം കോടതിയുടെ ജഡ്ജായിട്ട് അപ്പോയിന്റ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് അത് ന്യൂസിൽ വന്നിട്ടുണ്ട്, ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്, ന്യൂ അപ്പോയിന്റ്മെന്റ്സിന്റെ കാര്യത്തിൽ വരും. അപ്പോൾ നമുക്ക് അറിയേണ്ട കാര്യമാണ്, പ്രീവിയസ്ലി പുള്ളിക്കാരൻ എന്ത് റോളാണ് പ്ലേ ചെയ്തതെന്ന് പറഞ്ഞാൽ, ഹി വാസ് ദ ചീഫ് ജസ്റ്റിസ് ഓഫ് കർണാടക ഹൈക്കോർട്ട് ആൻഡ് ഫോമർ ജഡ്ജ് ഓഫ് ബോംബെ ഹൈക്കോർട്ട്, അങ്ങനെ ഒരു പൊസിഷനിൽ വർക്ക് ചെയ്തിട്ടുള്ള ഒരാളാണ്. അപ്പോൾ അത്ര മാത്രം നമ്മൾ ഇതിൽ അറിഞ്ഞിരുന്നാൽ മതി. ഓക്കെ, പിന്നെ അടുത്തത് യൂണിയൻ മിനിസ്റ്റർ പ്രഹ്ലാദ് ജോഷി ഇനോഗ്രേറ്റ്സ് സെക്കൻഡ് സ്റ്റേറ്റ് മൈനിങ് മിനിസ്റ്റേഴ്സ് കോൺഫറൻസ് ഇൻ ഭോപ്പാൽ. ഓക്കെ, പ്രഹ്ലാദ് ജോഷി എന്ന് പറഞ്ഞാൽ എന്താണ്, മൈൻസിന്റെ മിനിസ്റ്റർ ഇൻചാർജ് ഓഫ് മൈൻസ് ആണ്, മിനിസ്ട്രി ഓഫ് മൈൻസിന്റെ ഇൻചാർജ് ആണ്. പുള്ളിക്കാരെ ഇനോഗ്രേറ്റ് ചെയ്തതാണ് സെക്കൻഡ് സ്റ്റേറ്റ് മൈനിങ് മിനിസ്റ്ററിയൽ കോൺഫറൻസ് ഇൻ ഭോപ്പാൽ. അപ്പൊ അതിൽ കുറച്ച് അവാർഡ്സ് കൊടുത്തിട്ടുണ്ട്, അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, അവാർഡ്സ്, മധ്യപ്രദേശ് എന്ന് പറഞ്ഞാൽ ഇന്ത്യയുടെ ഹാർട്ട് അല്ലെ, സെന്റർ ആണ്. ഡൽഹിനാണ് ഇന്ത്യയുടെ ഹാർട്ട് എന്ന് പറയുന്നത്, പക്ഷെ മധ്യപ്രദേശ് ഇസ് ദ സെന്റർ ഓഫ് ഇന്ത്യ. അപ്പോൾ അവരെന്താണ് ഫസ്റ്റ് റാങ്ക് സെക്യൂർ ചെയ്ത്, എന്തിനാണ്, ആൻഡ് ഫോർ ഇറ്റ്സ് എഫേർട്സ് ഇൻ മൈനിങ് ഓപ്ഷൻസ് ട്രാൻസ്പെറന്റ് രീതിയിലും എന്നിട്ട് നല്ല എഫിഷ്യന്റ് വേയിൽ അവർ ചെയ്തതിന് അവർക്ക് ഫസ്റ്റ് റാങ്ക് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇതിന് അപ്രീസിയേഷൻ അവാർഡ് കൊടുത്തത് ഛത്തീസ്ഗഡ്, ആന്ധ്രാപ്രദേശ് എന്നിട്ട് കർണാടക. മൈനിങ് ഉള്ള റീജൻസ് ആണ് ഇതെല്ലാം. അവിടെ അവർക്ക് തന്നെ സർട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ. കേരളത്തിൽ മൈനിങ് ഒന്നും അത്രയ്ക്ക് ഇല്ല, അതുകൊണ്ട് ഇങ്ങനെ കിട്ടാനും സാധ്യത കുറവാണ്. അപ്പോഴേ കോഫി ടേബിൾ ബുക്ക് എന്ന് പറയുന്ന സംഭവം ഉണ്ട്, അത് റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ഡിസ്ട്രിക്ട് മിനറൽ ഫൗണ്ടേഷന്റെ ആക്ടിവിറ്റീസ് ആണ് അവിടെ ഷോക്കേസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൽ 40 സ്റ്റോറീസ് ഉണ്ട്, ഇന്റർവെൻഷൻ ഫോർ വെൽഫെയർ ഡെവലപ്മെന്റ് ആൻഡ് ലൈവ്ലിഹുഡ് ഇൻ മൈനിങ് എഫക്റ്റഡ് ഏരിയസ്. നമുക്ക് അതൊന്നും അറിയണ്ട. കോഫി ടേബിൾ ബുക്ക് ലോഞ്ച്ഡ് ഡ്യൂറിംഗ് ദ ഇനോഗ്രേഷൻ ഓഫ് സെക്കൻഡ് എന്താണ് മൈനിങ് മിനിസ്റ്റേഴ്സ് കോൺഫറൻസ് ഇൻ ഭോപ്പാൽ. ആ സമയത്ത് ലോഞ്ച് ചെയ്തത് എന്താണ്, ബിൽഡിംഗ് ട്രസ്റ്റ് ട്രാൻസ്ഫോമിംഗ് ലൈഫ്സ്. ഇത് അറിഞ്ഞിരുന്നാൽ മതി. ഓക്കെ, പിന്നെ റിപ്പോർട്ട്സ് ലോഞ്ച് ചെയ്തത്, ഈ ഒരു ലോഞ്ച് ഫംഗ്ഷനിൽ റിപ്പോർട്ട് ലോഞ്ച് ചെയ്തത് ക്രിട്ടിക്കൽ മിനറൽ റിപ്പോർട്ട് ഓഫ് മധ്യപ്രദേശ്. അതാർക്കാണ് കൊടുത്തത്, ചീഫ് മിനിസ്റ്റർ ഡോക്ടർ മോഹൻ യാദവിന്. അതാരാണ്, നമ്മളെ ഇവിടുത്തെ CM ആണ്, മധ്യപ്രദേശിന്റെ പുതിയ CM ആണ്. പഴയത് ശിവരാജ് സിംഗ് ചൗഹാൻ ആയിരുന്നു, ഇപ്പൊ മാറിയിട്ട് ആര് വന്ന്, ഡോക്ടർ മോഹൻ യാദവ് ആണ് ഇപ്പോഴത്തെ നിലവിലുള്ള CM. ഓക്കെ, അത് നമ്മൾ അറിഞ്ഞിരിക്കണം, കാരണം എക്സാമിന് അത് ചോദിക്കും. പിന്നെ ലോഞ്ച് ഓഫ് ആവറേജ് സെയിൽ പ്രൈസ് മൊഡ്യൂൾ ആൻഡ് സ്റ്റാർട്ട് റേറ്റിംഗ്
സ്റ്റാർ റേറ്റിംഗ് ഓഫ് മൈൻസ്. സ്റ്റാർ റേറ്റിംഗ് ഓഫ് മൈൻസ് എന്ന് പറഞ്ഞാൽ അവിടുത്തെ ഫെസിലിറ്റീസും കാര്യം വെച്ച് അവർ റേറ്റ് ചെയ്യും. അവിടുത്തെ മൈനിങ് കപ്പാബിലിറ്റീസും പിന്നെ അവിടെ ആൾക്കാർക്ക് അല്ലെങ്കിൽ വർക്കേഴ്സിന് കൊടുക്കുന്ന ഫെസിലിറ്റിയും ഇതെല്ലാം കൊടുത്തിട്ട് അവർ സ്റ്റാർ റേറ്റിംഗ്സ് കൊടുക്കും. നമുക്കറിയാം ഈറ്റ് റൈറ്റ് ഇതുണ്ട് സർട്ടിഫിക്കേഷൻ, അതിനും സ്റ്റാർ റേറ്റിംഗ്സ് കൊടുക്കും. എന്ന് പറഞ്ഞാൽ അവിടുത്തെ എത്ര നല്ല നീറ്റ് ആയിട്ട് ആഹാരം കൊണ്ടുവരുന്നത് FSSAI ആണ് കൊടുക്കുന്നത്. ഓക്കെ, അപ്പോൾ ആ ഒരു കാര്യവും നമ്മൾ അറിഞ്ഞിരിക്കുക. അങ്ങനത്തെ ഒരു സിമിലർ പാറ്റേണിലുള്ള റേറ്റിംഗ് ആണ് ഇവിടെയും കൊടുക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ അതൊരു ഇമ്പോർട്ടന്റ് കാര്യമാണ്. അപ്പോൾ ഇത്തരം കാര്യമാണ് ഈ ന്യൂസിലുള്ളത്. ഓക്കെ, അതിന്റെ ബേസിൽ ഒരു ക്വസ്റ്റ്യൻ എന്താണ്? വിച്ച് സ്റ്റേറ്റ് secured the first rank and received award for its efforts in mining auction during the second state mining ministers conference in Bhopal? അപ്പോൾ ഇതിന്റെ ആൻസർ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, മധ്യപ്രദേശ് ആണ്. ഓക്കെ, നെക്സ്റ്റ്, ഇന്ത്യൻ ആർമി ഓപ്പൺസ് ഇന്ത്യ സെൽഫി പോയിന്റ് എവിടെയാണ്? നിയർ LOC ഇൻ ജമ്മു ആൻഡ് കാശ്മീർ. അപ്പോൾ ഈ ഒരു ന്യൂസ് പഠിക്കുമ്പോൾ ഈ ന്യൂസിൽ കുറച്ച് എക്സാം പോയിന്റ് ഓഫ് വ്യൂ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമുണ്ട്. അത് ശ്രദ്ധിച്ച് വേണം നോക്കാൻ. നമുക്ക് ഇവിടെ എന്തായിരിക്കും ഇമ്പോർട്ടന്റ്, ഇത് എവിടെയാണ് എസ്റ്റാബ്ലിഷ് ചെയ്തതെന്ന് ചോദിക്കും. ഇമ്പോർട്ടന്റ് ആണ്. ഉറി ബാരാമുല്ല ഡിസ്ട്രിക്ട് ഓഫ് എന്താണ് ജമ്മു ആൻഡ് കാശ്മീർ. ഉറിയിൽ ബാരാമുല്ല ഡിസ്ട്രിക്ട് ഓഫ് ജമ്മു കാശ്മീരിലാണ് ഇത് ഉള്ളത്. ഓക്കെ, അടുത്ത് യാത് നാഷണൽ ഹൈവേയിലാണ് ഈ ഒരു സ്പോട്ട് വരുന്നത്, സെൽഫി പോയിന്റ് വരണം എന്ന് ചോദിച്ചാൽ എന്താണ്? നാഷണൽ ഹൈവേ 44. ഓക്കെ, നാഷണൽ ഹൈവേ 44 ആണ് ഇന്ത്യയിലെ ലോങ്ഗസ്റ്റ് ഹൈവേ, നാഷണൽ ഹൈവേ. ഓക്കെ, അത് അറിഞ്ഞിരിക്കുക. പിന്നെ ഇനോഗ്രേഷൻ ഓപ്പൺ ബൈ ഡാഗർ ഡിവിഷൻ ആണ്. ദ ഡാഗർ ഡിവിഷൻ 19th ഇന്ത്യൻ ഇൻഫൻട്രി ഡിവിഷൻ ഓഫ് ഇന്ത്യൻ ആർമി, അവരാണ് ഇത് ഓപ്പൺ ചെയ്തത്. പിന്നെ ഗിഫ്റ്റ് ആരാണ് ഇത് ഗിഫ്റ്റ് ചെയ്തത്, അല്ലെങ്കിൽ ഇത് യാത് ആർട്ടിസ്റ്റിന്റെ വർക്ക് ആണെന്ന് ചോദിച്ചാൽ റോബൽ നേഗി. ഓക്കെ, അതെന്താണ്? അക്ലൈംഡ് ആർട്ടിസ്റ്റ് റോബൽ നേഗി ഗിഫ്റ്റഡ് ദ ഇന്ത്യൻ സെൽഫി പോയിന്റ്. ഓക്കെ, അത് അറിഞ്ഞിരിക്കുക, ഇത് ഇമ്പോർട്ടന്റ് ആണ്. ഇതിന്റെ ഈ സ്പേസ് റിഫ്ലക്ട് ചെയ്യണത് ഇന്ത്യയുടെ വൈബ്രന്റ് കൾച്ചറിനെ അല്ലെങ്കിൽ വൈബ്രന്റ് ഇന്ത്യയെ റിപ്രസെന്റ് ചെയ്യുന്ന ഒരു സംഭവമാണ്. അപ്പോൾ ആ ഒരു ബേസിൽ തന്നെ ക്വസ്റ്റ്യൻസ് ഫോം ആവും. ഇത് ക്വസ്റ്റ്യൻ ഉണ്ട്, നിങ്ങൾക്ക് ഇത് നോക്കിയിട്ട് ഉത്തരം കണ്ടുപിടിക്കുക, എന്നിട്ട് ആൻസർ കമന്റിൽ പറയുക. എന്താണ്? വേർ ഈസ് ദ ഇന്ത്യൻ സെൽഫി പോയിന്റ് എസ്റ്റാബ്ലിഷ്ഡ് ബൈ ഇന്ത്യൻ ആർമി നിയർ ദ ലൈൻ ഓഫ് കൺട്രോൾ? അത് നിങ്ങൾ അറിഞ്ഞിരിക്കുക, ശ്രദ്ധിച്ച് വായിക്കുക. ഈ പേരുകൾ പലതും അവിടെ ഉണ്ട്, ബട്ട് നമ്മൾ ശ്രദ്ധിച്ച് വേണം ആൻസർ ചെയ്യാൻ. ഓക്കെ, അപ്പൊ ഞാൻ എന്തായാലും ആൻസർ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നില്ല, നിങ്ങൾക്ക് ആൻസർ കമന്റ് ചെയ്ത് ചെയ്യാം. ഓക്കെ, അടുത്ത്, യുഗാണ്ട ഹോസ്റ്റസ് G77+ ചൈന 3rd സൗത്ത് സമ്മിറ്റ്. ഇന്ത്യ ചാമ്പ്യൻസ് ഗ്ലോബൽ സൗത്ത് റോൾ ആസ് ഫ്യൂച്ചർ ഗ്രോത്ത് എഞ്ചിൻ. ഓക്കെ, ഇത് ഗ്ലോബൽ സൗത്തിന്റെ ആണ് അല്ലെ? ഗ്ലോബൽ സൗത്തിനെ എന്താണ് അവരെ സ്ട്രെങ്തൻ ചെയ്യാൻ വേണ്ടിയുള്ള ഒരു മീറ്റ് എന്ന് തന്നെ പറയാം നമുക്ക്. അപ്പൊ ഇന്ത്യയിൽ നിന്ന് ആരാണ് പോയെന്നുള്ള ചോദ്യം നമ്മൾ എക്സാം പോയിന്റ് ഓഫ് വ്യൂ റെലവെന്റ് ആണ്. ആരാണ് പോയ? വി മുരളീധരൻ, ഇന്ത്യൻ മിനിസ്റ്റർ ഓഫ് എക്സ്റ്റേണൽ അഫയേഴ്സ്. നിങ്ങൾക്കറിയാം മിനിസ്റ്റർ ഓഫ് എക്സ്റ്റേണൽ അഫയേഴ്സിന്റെ യൂണിയൻ മിനിസ്റ്റർ ആണ് S ജയശങ്കർ. ഓക്കെ, അപ്പോൾ ഇന്ത്യയിൽ നിന്ന് പോയത് മിനിസ്റ്റർ ഓഫ് സ്റ്റേറ്റ് ആരാണ്? വി മുരളീധരൻ ആണ് റിപ്രസെന്റ് ചെയ്തത് ഈ മീറ്റില്. ഇത് എവിടെ വെച്ച് നടന്നു പറഞ്ഞാൽ കംപാല, യുഗാണ്ട. ഓക്കെ, 21st to 23rd January 2024 നടന്നത്. ഓക്കെ, പിന്നെ തീം എന്താണെന്ന് അറിഞ്ഞു വെച്ചാൽ ലീവിംഗ് നോ വൺ ബിഹൈൻഡ്. കണ്ട, ഞാൻ പറഞ്ഞില്ലേ, അപ്ലിഫ്റ്റ് ചെയ്യാന്നാണ് ഉദ്ദേശിക്കുന്നത്. ഡെവലപ്പിംഗ് കൺട്രീസും എന്നിട്ട് ലീസ്റ്റ് ഡെവലപ്ഡ് കൺട്രീസ് അവരെ പൊക്കിക്കൊണ്ടുവരാം. അപ്പോൾ ആരെയും പുറകോട്ട് വിടാതെ എല്ലാവരെയും എന്താണ് പ്രോഗ്രസിന്റെ റൂട്ടിലോട്ട് കൊണ്ടുപോവാ എന്നുള്ള ഒരു ഉദ്ദേശം വെച്ചാണ് ഇവർ ഈ ഒരു മീറ്റ് ഓർഗനൈസ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഗ്ലോബൽ സൗത്തിന്റെ റോൾ എന്താണ്? അവരെ അതിനുവേണ്ടി എംഫസൈസ് ചെയ്തിട്ടുണ്ട്. ഗ്ലോബൽ സൗത്തിന്റെ റോൾസിന് എംഫസൈസ് എന്താണ്? ഫ്യൂച്ചർ ഗ്രോത്ത് എഞ്ചിൻ. ഓക്കെ, ഗ്ലോബൽ സൗത്ത് ആണ് എന്താണ് ഫ്യൂച്ചറിന്റെ ഗ്രോത്ത് എഞ്ചിൻ. ഓക്കെ, കാരണം നിങ്ങൾക്കറിയാം ഗ്ലോബലി ഈ വീക്ക് ആയിട്ടുള്ള കൺട്രി, ലീസ്റ്റ് ഡെവലപ്ഡ് കൺട്രീസ്, ആഫ്രിക്കൻ കൺട്രീസിൽ ഒരുപാട് നാച്ചുറൽ റിസോഴ്സസ് ഉണ്ട്. അപ്പോൾ അവര് ആ നാച്ചുറൽ റിസോഴ്സിനെ പ്രോപ്പർലി എക്സ്പ്ലോർ ചെയ്യാൻ തുടങ്ങി ആ കൺട്രീസിന്റെ ഗ്രോത്ത് ഉണ്ടാവും. അതുകൂടാതെ എന്താണ് മറ്റുള്ള കൺട്രീസിനും അതിൽ നിന്ന് ബെനിഫിറ്റ് ചെയ്യാൻ പറ്റും. അതുകൊണ്ടാണ് അവർ എന്താണ് ലീവിംഗ് നോ വൺ ബിഹൈൻഡ് എന്നുള്ള കോൺസെപ്റ്റ് കൊണ്ടുവന്നിട്ടുള്ളത്. ഇപ്പോഴത്തെ നിലവിലെ സിറ്റുവേഷൻ എന്താണ്? വേറെ ഡെവലപ്പിംഗ് സ്ട്രോങ് ആയിട്ടുള്ള കൺട്രീസ് അവരെന്ന് എടുത്തുകൊണ്ട് പോവുകയാണ്, പക്ഷെ അവർക്ക് ആ കൺട്രീന് ബെനിഫിറ്റ് കിട്ടുന്നില്ല. അതാണ് ഇപ്പോഴത്തെ നിലവിലുള്ള സിറ്റുവേഷൻ. അതിനെ ചേഞ്ച് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഹോസ്റ്റ് ചെയ്തത് ആരാണെന്ന് വെച്ചാൽ യുഗാണ്ട ആണ്. അണ്ടർ ദ ചെയർമാൻഷിപ്പ് ഓഫ് പ്രസിഡന്റ് യോവരി കഗുത്ത മുസേവനി. ഓക്കെ, അപ്പോൾ ഇപ്പൊ യുഗാണ്ടയുടെ ക്യാപിറ്റൽ എന്താണ്? കംപാല ആണ്. പ്രൈം മിനിസ്റ്റർ ആരാണ്? റോബിന നബാൻജ. എന്നിട്ട് കറൻസി എന്താണ്? യുഗാണ്ടൻ ഷില്ലിംഗ് ആണ്. ഓക്കെ, ഇത്തരം കാര്യം നമ്മൾ എക്സാം പോയിന്റ് ഓഫ് വ്യൂ അറിഞ്ഞിരിക്കുക. എന്നിട്ട് അതിന്റെ ബേസിൽ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്കുണ്ട്. വാട്ട് വാസ് ദ തീം ഓഫ് G77+ ചൈന 3rd സൗത്ത് സമ്മിറ്റ് ഹെൽഡ് ഇൻ കംപാല, യുഗാണ്ട? അത് അറിഞ്ഞിരിക്കുക. ഇതിന്റെ തീം എന്താണെന്ന് നിങ്ങൾക്ക് അറിയാമെന്ന് എനിക്ക് ഉറപ്പുണ്ട്, വിശ്വാസമുണ്ട്. ആ വിശ്വാസം തകർക്കല്. കമന്റ് ചെയ്ത് പറയുക ഇതിന്റെ തീം എന്താണെന്ന്. ഞാൻ എന്തായാലും ഉത്തരം പറയണില്ല, നിങ്ങൾ പഠിപ്പിച്ച വീഡിയോ ഇതിൽ തന്നെ സ്ലൈഡിൽ തന്നെ ഉണ്ട്. അതുകൊണ്ട് തെറ്റാണെങ്കിൽ അതൊന്നും നോക്കിക്കൊള്ളണം. ഓക്കെ, നെക്സ്റ്റ് ഇത് ബാങ്ക് എക്സാംസിന് ആവശ്യമുള്ള കാര്യമാണ്. SSCക്ക് ഇത് ഇമ്പോർട്ടന്റ് അല്ല, നിങ്ങൾ ഫോർവേഡ് അടിച്ചു പോയാൽ മതി, ഫ്രണ്ടിലോട്ടുണ്ടാവും ന്യൂസ്. നിങ്ങൾക്ക് മാക്സ് ലൈഫ് ഇൻഷുറൻസ് ലോഞ്ച് സ്വാഗ് പെൻഷൻ പ്ലാൻ വിത്ത് കസ്റ്റമൈസബിൾ അന്യൂറ്റി ഓപ്ഷൻ. ഓക്കെ, അന്യൂറ്റി ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ ഒരു ബേസിക്കലി നമ്മളൊരു ലൈഫ് ഇൻഷുറൻസ് എന്ന് പറഞ്ഞാൽ ഒരാൾ മരിച്ചു കഴിയുമ്പോൾ അവരെ ഡിപ്പെൻഡന്റിന് കിട്ടുന്ന പൈസയാണ്. അന്യൂറ്റി എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമല്ല,
ഒരു ഇൻവെസ്റ്റർ അല്ലെങ്കിൽ ഇൻഷുറർ എന്ത് ചെയ്യുന്ന വെച്ചാൽ ഒരു ബൾക്ക് ആയിട്ടുള്ള ഒരു amount നമ്മളെ ഫോർ എക്സാമ്പിൾ LIC കൊടുത്തെന്ന് വെച്ചാൽ LIC അല്ലെങ്കിൽ ഇവിടെ മാക്സ് ലൈഫ് അല്ലേ, മാക്സ് ലൈഫിന് അവരൊരു 20 ലക്ഷം കൊടുത്തു. ഓക്കെ, എന്നിട്ട് ആ 20 ലക്ഷം കൊടുക്കുന്നതിന് നമ്മള് മാക്സ് എന്ത് ചെയ്യും, ഒരു പർട്ടിക്കുലർ ടൈം പീരീഡിന് ശേഷം മന്ത്ലി അല്ലെങ്കിൽ ഇയർലി റെഗുലർ ആയിട്ട് ഒരു റവന്യൂ അവർക്ക് കൊടുത്തോണ്ടിരിക്കും. ആർക്ക്? ഈ പൈസ കൊടുത്തതോ ബൾക്കായിട്ട് കൊടുത്തതോ ഇൻസ്റ്റാൾമെന്റ് ആയിട്ട് കൊടുത്തതോ ആ പ്രീമിയം എമൗണ്ടിന്റെ ബേസിൽ അവർ ഈ എമൗണ്ട് കൊടുക്കും. ഇതെന്താണ്? ബേസിക്കലി റിട്ടയർമെന്റ് പ്ലാൻ ആണ്. ഒരാൾ 60 വയസ്സൊക്കെ കഴിയുമ്പോൾ റിട്ടയർഡ് ആകുമ്പോൾ പിന്നെ വേറെ ഒന്നും ജോലി ഒന്നും ഇല്ലാതിരിക്കുമ്പോൾ ഈ ആദ്യമേ കൊടുത്ത പൈസ തന്നെ അവർക്ക് കിട്ടും, കുറച്ചുകൂടെ പ്രോഫിറ്റബിൾ രീതിയിൽ കിട്ടും. ഓക്കെ, അതാണ് അവരെ ബേസിക്കലി റിട്ടയർമെന്റ് പ്ലാൻ ആണ്. ഈ മാക്സ് ലൈഫ് ഇൻഷുറൻസിന് എന്ത് ബെനിഫിറ്റ് എന്ന് വെച്ചാൽ ഇവർക്ക് ഈ ബൾക്കായിട്ട് കിട്ടുന്ന എമൗണ്ട് അവർ ഇൻവെസ്റ്റ് ചെയ്ത് അല്ലെങ്കിൽ ഷെയർ മാർക്കറ്റിലോ എവിടെയെങ്കിലും ഇൻവെസ്റ്റ് ചെയ്തിട്ട് അതിൽ നിന്ന് പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യും. ആ പ്രോഫിറ്റ് ആണ് അവരുടെ കട്ട് അല്ലെങ്കിൽ മാർജിൻ അവർ കിട്ടുന്ന ബെനിഫിറ്റ്. അങ്ങനെയാണ് ഇതെന്താണ് മ്യൂച്വലി ബെനിഫിഷ്യൽ ഒരു സ്കീമാണ്. അപ്പോഴേ ഇതിലെന്ന് പറഞ്ഞാൽ എന്താണ്, ഇതൊരു നോൺ ലിങ്ക്ഡ് നോൺ പാർട്ടിസിപ്പേറ്റിംഗ് ഇൻഡിവിജ്വൽ ഗ്രൂപ്പ് ജനറൽ അനൂണിറ്റി സേവിങ്സ് പ്ലാൻ ആണ്. ഓക്കെ, അപ്പോൾ ഇതില് അനൂണിറ്റി ഇൻക്രീസ് ആവണം എത്രയാണ്? 6% പെർ ആനം വരെ ഇൻക്രീസ് ആവും. അതെന്താണ്? ഇൻഫ്ലേഷനെ ഇത് ചെയ്യാൻ വേണ്ടിയാണ്, മാച്ച് ചെയ്യാൻ വേണ്ടിയാണ് അവർ കൊടുക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത് early returns of premium milestone age from 70 to 80 years ആണ്. ഓക്കെ, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളുണ്ട്. അപ്പോൾ choice of surviving annuity to withdraw a selected proportion of annuity in advance upon the death of the first annuitant. ഓക്കെ, അപ്പോൾ ഇതെന്ന് പറഞ്ഞ ഒരാൾ മരിക്കുകയാണെങ്കിൽ അതിൽ ഗ്രൂപ്പ് ആണെന്ന് വെച്ചോ 10 പേരുണ്ട്. അപ്പോൾ അതിൽ ഫസ്റ്റ് ആൾ ആഡ് ആയ ആളുടെ മരണത്തില് അവർക്ക് മരണം ആവുകയാണെങ്കിൽ അങ്ങനെ ആകുമ്പോൾ വിഡ്രോ ചെയ്യാനുള്ള അധികാരമുണ്ട് അടുത്ത ഒരാൾക്ക്. ഓക്കെ, ഓപ്ഷൻ ടു ഡിഫർ ദ ഫസ്റ്റ് annuity പേയ്മെന്റ് ഫോർ അപ് ടു 12 years ഫ്രം ദ ഫസ്റ്റ് മന്ത്. ഓക്കെ, പിന്നെ ഇത് അങ്ങനെ കുറെ കാര്യങ്ങളുണ്ട്. ഫ്രീഡം ടു റിട്ടേൺ ഓഫ് പ്രീമിയം ഓപ്ഷൻ ഉണ്ട്, അങ്ങനെ കുറച്ച് കാര്യങ്ങളുണ്ട്. അതൊന്നും നിങ്ങൾക്ക് ആവശ്യമില്ല. ബട്ട് ഇത്ര അറിഞ്ഞത് സ്വാഗ് പെൻഷൻ പ്ലാൻ ആരാണ് ലോഞ്ച് ചെയ്തതെന്ന് എനിക്ക് എക്സാമിന് ചോദിക്കാം. അപ്പോൾ അറിഞ്ഞിരിക്കണം മാക്സ് ലൈഫ് ഇൻഷുറൻസ് ആണ് ലോഞ്ച് ചെയ്തത്. അത് യാതൊരു ടൈപ്പിന്റെ പ്ലാൻ ആണെന്ന് വെച്ചാൽ അന്യൂണിറ്റി പ്ലാൻ ആണ്. ഓക്കെ, നോട്ട് എ ലൈഫ് ഇൻഷുറൻസ് പ്ലാൻ. ഓക്കെ, കമ്പനി ആരാന്ന് വെച്ചാൽ മാക്സ് ലൈഫ് ഇൻഷുറൻസ് കമ്പനി ലിമിറ്റഡ് ആണ്. ജോയിന്റ് വെഞ്ചർ ആണ്. മാക്സ് ലൈഫ് ഈസ് എ JV ബിറ്റ്വീൻ ജോയിന്റ് വെഞ്ചർ ബിറ്റ്വീൻ മാക്സ് ഫൈനാൻഷ്യൽ സർവീസ് ലിമിറ്റഡ് എന്നിട്ട് ആക്സിസ് ബാങ്ക് ലിമിറ്റഡ്. ഓക്കെ, അത് അറിഞ്ഞിരിക്കുക. ഇതിന്റെ MD CEO ആരാണെന്ന് അറിയണം. മാക്സ് ലൈഫ് ഇൻഷുറൻസിന്റെ പ്രശാന്ത് ത്രിപാഠിയാണ്. ഹെഡ്ക്വാർട്ടർ ഗുരുഗ്രാം ഹരിയാനയിലാണ്. ഓക്കെ, ഇത്രയും ഡീറ്റെയിൽസ് നമ്മൾ എക്സാം പോയിന്റ് ഓഫ് വ്യൂ അറിഞ്ഞിരിക്കണം. അടുത്തത് ഇത് ക്വസ്റ്റ്യൻ ആണ് നിങ്ങൾക്ക് വേണ്ടി. ക്വസ്റ്റ്യൻ നിങ്ങൾ എന്ത് ചെയ്യണം, ആൻസർ കമന്റ് ചെയ്ത് പറയുക. വിച്ച് കമ്പനി ലോഞ്ച് ദ മാക്സ് ലൈഫ് സ്മാർട്ട് വെൽത്ത് അഡ്വാൻറ്റേജ് ഗ്യാരണ്ടി പ്ലാൻ? സ്വാഗിന്റെ ഫുൾ ഫോം ആണ് സ്മാർട്ട് വെൽത്ത് അഡ്വാൻറ്റേജ് ഗ്യാരണ്ടി പ്ലാൻ. അത് ഞാൻ പറയാൻ വിട്ടുപോയി. അത് നോക്കിയിട്ട് നിങ്ങൾ എന്താണ് ഇതിന്റെ ആൻസർ പറയുക. നിങ്ങൾക്ക് അറിയാം എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഓക്കെ, നെക്സ്റ്റ് RBI റിപ്പോർട്ട് പഞ്ചായത്ത് നീഡ് ടു ഇന്റൻസിഫൈ ദെയർ എഫേർട്ട് ടു ഇൻക്രീസ് ഓൺ റവന്യൂ. ഇപ്പൊ നമ്മളൊരു നിലവിലൊരു ഇഷ്യൂ എന്ന് പറഞ്ഞാൽ പഞ്ചായത്തിന് സ്റ്റേറ്റിന്റെ സൈഡിൽ നിന്ന് റവന്യൂ കിട്ടുന്നുണ്ട്, പക്ഷെ അവർ സ്വന്തമായിട്ട് റവന്യൂ ജനറേറ്റ് ചെയ്യുന്നില്ല. അവർക്ക് റവന്യൂ ജനറേറ്റ് ചെയ്യാനുള്ള പല സോഴ്സ് ഉണ്ട്. ടാക്സ് ചെയ്യാം, എന്നിട്ട് എന്തെങ്കിലും ഒരു പ്രോജക്ട് സ്റ്റാർട്ട് ചെയ്തിട്ട് അതിൽ നിന്നുള്ള പ്രോഫിറ്റ്സ് എടുക്കാം. അങ്ങനെ കുറെ കാര്യങ്ങൾ അവർക്ക് ഒരു ബിസിനസ് എസ്റ്റാബ്ലിഷ് ചെയ്തിട്ട് അതിൽ നിന്ന് പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യാം. ആൾക്കാരെ ഇൻവോൾവ് ചെയ്തിട്ടുള്ള എന്തെങ്കിലും ഒരു പർപ്പസ് കൊണ്ടുവന്ന് അവർക്ക് റവന്യൂ ചെയ്യാനുള്ള അധികാരം കൊടുത്തിട്ടുണ്ട്. ഓക്കെ, പഞ്ചായത്ത് രാജ് ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ ഉണ്ടല്ലോ. ബട്ട് അവർ അങ്ങനെ ഒന്നും കൂടുതൽ ചെയ്യണില്ല. അപ്പോൾ അതിനെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയുള്ള രീതിയിലാണ് ഒരു പഞ്ചായത്ത് റിപ്പോർട്ടിൽ പറയണത് തന്നെ അവരത് ചെയ്തിരിക്കണം. ചെയ്തില്ലെങ്കിൽ ശരിയാവില്ല. കാരണം സ്റ്റേറ്റിന്റെ ഫണ്ടിന്റെ പുറത്ത് മാത്രം ഡിപെൻഡ് ചെയ്താൽ പറ്റൂല. ഓക്കെ, പഞ്ചായത്ത് നീഡ്സ് ടു എൻഹാൻസ് എഫേർട്സ് ടു ഇൻക്രീസ് ഓൺ റവന്യൂ, ടാക്സ് ആൻഡ് നോൺ ടാക്സ്. ഓക്കെ, ആൻഡ് ഇംപ്രൂവ് ഗവർണൻസ് ഫോർ സസ്റ്റൈനബിൾ ഗ്രോത്ത്. അവരെ സ്വന്തം കോൺട്രിബ്യൂഷൻ എത്രയാണെന്ന് നോക്ക്. 1.1% മാത്രമേ ഉള്ളൂ. അത് ഒരുപാട് കുറവാണ് അല്ലേ. ബാക്കിയെല്ലാം വരണത് എന്താണ്? സ്റ്റേറ്റിന്റെ ഫണ്ടിങ്, നമ്മളെ സെന്ററിന്റെ ഫണ്ടിങ് എന്നാണ്. ഇത് റിപ്പോർട്ട് ആരെ പബ്ലിഷ് ചെയ്തത്? ഡിവിഷൻ ഓഫ് ലോക്കൽ ഫൈനാൻസ് ഇൻ ദ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഇക്കണോമിക് ആൻഡ് പോളിസി റിസർച്ച്. അത് RBI ഒരു ഇതാണ് ഡിപ്പാർട്ട്മെന്റ് ആണ്. അസസ്മെന്റ് കവറേജ് എന്താണ്? 75% ഓഫ് ദ ടോട്ടൽ നമ്പർ ഓഫ് റൂറൽ ലോക്കൽ ബോഡീസ് ഇൻ ഇന്ത്യ. 75% ലോക്കൽ ബോഡീസിനെ അവർ കവർ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ പഞ്ചായത്ത് രാജ് ഇൻസ്റ്റിറ്റ്യൂഷൻ വന്നത് ഇൻസ്റ്റിറ്റ്യൂഷണലൈസ് ആയത് എപ്പോഴാണ്? 1992 ഓക്കെ, എന്നിട്ട് അത് ഗ്രാമപഞ്ചായത്ത്, ഓക്കെ, മണ്ഡൽ പഞ്ചായത്ത്, പിന്നെ ജില്ലാ പരിഷത്ത് അങ്ങനെ ഡിമാർക്കേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോഴേ ഒക്ടോബർ 2023 അനുസരിച്ച് നമുക്ക് 2.62 ലാക്ക് പഞ്ചായത്ത് ഉണ്ട്. ഓക്കെ, ഗ്രാമപഞ്ചായത്ത് അതിൽ 2.55 ലക്ഷമാണ്. പിന്നെ 6707 എന്താണ് മണ്ഡൽ പഞ്ചായത്ത്. ജില്ലാ പരിഷത്ത് എത്രയാണ്? 665. ഇത്രയാണ് ഉള്ളത്. അപ്പോൾ ഇതില് ഈ പഞ്ചായത്ത് രാജിനെ കുറിച്ച് പവേഴ്സ് പറയണത് എന്തിലാണ്? 243H അതിലാണ് അവർക്ക് ടാക്സും നോൺ ടാക്സ് റവന്യൂ കളക്ട് ചെയ്യാനുള്ള അധികാരം ഉണ്ടെന്നുള്ള രീതിയിൽ പറഞ്ഞിട്ടുള്ളത്. അതാണ് കോൺസ്റ്റിറ്റ്യൂഷണൽ പവർ കൊടുത്തിട്ടുള്ള പഞ്ചായത്തിന് വേണ്ടി. ഓക്കെ, അത് നമ്മൾ അറിയാം. 243 is related to പഞ്ചായത്ത് രാജ്. ഓക്കെ, വേറെ കുറെ ആർട്ടിക്കിൾസ് ഉണ്ട്. നമുക്ക് ഇത്രയും ഇപ്പൊ നിലവിൽ അറിഞ്ഞിരുന്നാൽ മതി. ഓക്കെ,
നെക്സ്റ്റ് ഇതില് ചോദ്യം ചോദിക്കണമെന്ന് വെച്ചാൽ വിച്ച് ഓഫ് ദ ആർട്ടിക്കൽ ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ എംപവേഴ്സ് പഞ്ചായത്ത് ടു ഇമ്പോസ് കളക്ട് ആൻഡ് അലോക്കേറ്റ് ടാക്സസ് ഡ്യൂട്ടീസ് ടോൾസ് ആൻഡ് ഫീസ്. അപ്പോൾ നിങ്ങളുടെ ഉത്തരം എന്താണ്? 243 എന്താണ് എച്ച്. ഓക്കെ, നെക്സ്റ്റ് സൊമാറ്റോ. സൊമാറ്റോ നിങ്ങൾക്കറിയാം ഫുഡ് സർവിങ്, സോറി മാറിപ്പോയ 1 സെക്കൻഡ്. ഓക്കെ, സൊമാറ്റോ ആർ ബി ഐ ഓത്തറൈസ് ചെയ്തിട്ടുണ്ട്. എന്താണ് സൊമാറ്റോ പേയ്മെന്റ്സിന്? സൊമാറ്റോ പേയ്മെന്റ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മളെ സൊമാറ്റോ പേയ്മെന്റ്സ് നമ്മളെ പേടിഎം ഈ പേയ്മെന്റ് ഗേറ്റ് വേ പോലെയാണ് വർക്ക് ചെയ്യാൻ പോകുന്നത്. സൊമാറ്റോ പേയ്മെന്റ് ഓഫേഴ്സ് ഡൈവേഴ്സ് പേയ്മെന്റ് ഓപ്ഷൻസ് ഇൻക്ലൂഡിംഗ് തേർഡ് പാർട്ടി പേയ്മെന്റ് ഗേറ്റ്വേസ്, ക്രെഡിറ്റ് കാർഡ്, ഡെബിറ്റ് കാർഡ്, നെറ്റ് ബാങ്കിങ് ട്രാൻസ്ഫേഴ്സ്, ഇ വാലറ്റ്സ്. ഇതിപ്പോ നമ്മളെ പേടിഎമ്മും ഗൂഗിൾ പേയുടെ ഒക്കെ ഫംഗ്ഷൻ അവരും കൂടെ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. അതിന് ആരാണ് ഓത്തറൈസ് ചെയ്തത്? ആർ ബി ഐ ഓത്തറൈസ് ആസ് എ പേയ്മെന്റ് അഗ്രിഗേറ്റർ ആൻഡ് ഇഷ്യൂർ ഓഫ് പ്രീപെയ്ഡ് പേയ്മെന്റ് ഇൻസ്ട്രുമെന്റ്സ്. പ്രീപെയ്ഡ് പേയ്മെന്റ് ഇൻസ്ട്രുമെന്റ്സ് ആദ്യം പേ ചെയ്യുക, പിന്നീട് സർവീസ് എൻജോയ് ചെയ്യുക, അതാണ് പ്രീപെയ്ഡ്. ഓക്കെ, അപ്പോൾ അതിനായിട്ട് അവര് ഫംഗ്ഷൻ ചെയ്യാൻ വേണ്ടി ആർ ബി ഐ ഓത്തറൈസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, സൊമാറ്റോ UPI കൊളാബറേഷൻ എന്താണ്? ഇത് 2023 May 23 ആരോടാണ് കൊളാബറേറ്റ് ചെയ്തത്? ICICI ബാങ്കിനോടാണ്. അപ്പോൾ ഇനിഷ്യേറ്റീവ് ഇൻട്രൊഡ്യൂസ് സൊമാറ്റോ UPI ഉണ്ടാവും ഇനി യൂണിഫൈഡ് പേയ്മെന്റ് ഇന്റർഫേസ് സൊല്യൂഷൻ. ഓക്കെ, അത് നമ്മൾ അറിഞ്ഞിരിക്കുക. അപ്പൊ അടുത്ത ന്യൂസ് എന്ന് പറഞ്ഞാൽ ഭാവതരണി. ഓക്കെ, ഭാവതരണി ഇസ് എ സിംഗർ ആൻഡ് ഡോട്ടർ ഓഫ് ഇളയരാജ. ഇളയരാജയുടെ ഡോട്ടറായ ഭാവതരണി എന്താണ്? മരിച്ചുപോയി. ഓക്കെ, ഇറ്റ്സ് എ ഒബിച്വറി ന്യൂസ്. എന്നിട്ട് നമുക്ക് അവര് ഫീൽഡ് ഏതാണെന്ന് ചോദിക്കും. ഷി വാസ് എ സിംഗർ. ഓക്കെ, ഷി വാസ് എ ഡോട്ടർ ഓഫ് ഇളയരാജ. അത് ചോദിക്കാൻ സാധ്യതയില്ല, പക്ഷെ യാതൊരു ഫീൽഡിലാണ് ഉണ്ടായിരുന്നത് ചോദിക്കാം. അതുകൊണ്ട് ഭാവതരണി വാസ് എ ഡോട്ടർ, അല്ലെങ്കിൽ സോറി എ സിംഗർ. ഓക്കെ, അത് നമ്മൾ അറിഞ്ഞിരിക്കുക എക്സാം പോയിന്റ് ഓഫ് വ്യൂല്. ക്ലിയർ ആണല്ലോ? അടുത്തത് 1 സെക്കൻഡ്. നെക്സ്റ്റ്, കോഹ്ലി വിൻസ് ICC ODI COTY അവാർഡ് ഫോർ ദ 4th ടൈം. 4ാമത്തെ പ്രാവശ്യമാണ് ഈ ഒരു അവാർഡ് വിൻ ചെയ്തിട്ടുള്ള. ICCI മെൻസ് ODI ക്രിക്കറ്റർ ഓഫ് ദ ഇയർ 2023 ഇയറിന് വേണ്ടിയുള്ള അവാർഡാണ് ജയിച്ചിട്ടുള്ളത്. അത് ഇമ്പോർട്ടന്റ് ആണ്. ഇത് എക്സാം പോയിന്റിൽ ചിലപ്പോൾ ചോദിക്കാം. ഓക്കെ, അതുകൊണ്ട് അത് നോക്കി വെക്കുക. അതിൽ കൂടുതൽ ഡീറ്റെയിൽസ് നമുക്ക് ഫർദർ ഇതിൽ സ്ലൈഡ്സിൽ നമുക്ക് നോക്കാം. ബട്ട് ദിസ് ഇസ് ദ ഇമ്പോർട്ടന്റ് തിങ്. എന്താണ്? കോഹ്ലി ഇത് എത്രാമത്തെ പ്രാവശ്യമാണ് ജയിച്ചത്? 4ാമത്തെ പ്രാവശ്യമാണ് ജയിച്ചിട്ടുള്ളത്. ഓക്കെ, ക്ലിയർ ആണല്ലോ? 1 സെക്കൻഡ്. ഓക്കെ, നെക്സ്റ്റ് ഗുകേഷ്. ഗുകേഷ് എന്ന് പറയുമ്പോൾ നമുക്ക് അറിയണം എന്താണ്? ഗുകേഷ് ഈസ് അസോസിയേറ്റഡ് വിത്ത് ദ ഫീൽഡ് ഓഫ് ചെസ്. ചെസ്സിലെ ഗ്രാൻഡ് മാസ്റ്റർ ആയിരുന്നു ഗുകേഷ്. ഓക്കെ, പുള്ളിക്കാരൻ എന്താണ് ഇപ്പൊ എന്താണ് പറഞ്ഞത്? വിൻസ് അഗൈൻ സ്റ്റേസ് ഇൻ ദ ജോയിന്റ് ലീഡ് ഇൻ ടാറ്റ സ്റ്റീൽ മാസ്റ്റേഴ്സ്. ടാറ്റ സ്റ്റീൽ മാസ്റ്റേഴ്സ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൽ ലീഡ് ചെയ്യുകയാണ്. ഓക്കെ, അവിടെ ജയിച്ചുകൊണ്ട് അത് ലീഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ അറിയേണ്ടത് ഗുകേഷ് എന്നുള്ള പേര് കേട്ട യാതൊരു ഫീൽഡ് എന്ന് ചോദിച്ചാൽ നമുക്ക് അറിഞ്ഞിരിക്കണം ഇറ്റ് ഈസ് ഫ്രം ചെസ് അല്ലേ. അടുത്ത ഇമ്പോർട്ടന്റ് ന്യൂസ് എന്ന് പറഞ്ഞാൽ എന്താണ്? വൈസ് പ്രസിഡന്റ് എക്സ്പ്രസസ് ഗ്രീഫ് ഓവർ ദ ഡിമൈസ് ഓഫ് ശ്രീ ഹരിശങ്കർ ബാബ്ര. ഓക്കെ, എക്സാം പോയിന്റ് ഓഫ് വ്യൂ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇത് ഒബിച്വറി ആണ് അല്ലേ. എന്താണ്? ബർത്ത് എന്താണ്? 1928 പാസ്റ്റ് അവേ എപ്പോഴാണ്? 25th January 2024. ഏജ് 95. അപ്പോഴേ പുള്ളിക്കാരൻ ആരായിരുന്നു എന്ന് വെച്ചാൽ പൊളിറ്റീഷ്യൻ ആണ്. സ്പീക്കർ ഓഫ് രാജസ്ഥാൻ ലെജിസ്ലേറ്റീവ് അസംബ്ലി ആയിരുന്നു. ഹെൽഡ് ഓഫീസ് ഫ്രം 1990 to 1994. 2 ടേം ഉണ്ടായിരുന്നു. പിന്നെ സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് ഇതൊക്കെ ആയിരുന്നു. അപ്പോൾ നമ്മൾ ഓവറോൾ നോക്കുകയാണെങ്കിൽ എന്താണ്? പുള്ളിക്കാരൻ ഒരു പൊളിറ്റീഷ്യൻ ആണ്. അതുകൊണ്ട് അത് നമ്മൾ അറിഞ്ഞിരിക്കുക. ഇപ്പോൾ ഫീൽഡ് ഏതാണെന്ന് ചോദിച്ചാൽ ഹി വാസ് എ പൊളിറ്റീഷ്യൻ. ഓക്കെ, അത് നമ്മൾ എക്സാം പോയിന്റ് ഓഫ് വ്യൂ ആണ്. അപ്പോൾ എന്താണ് ചോദിക്കുന്നത്? ഇത് ഈ ക്വസ്റ്റൻ ഫോം ചെയ്യാൻ സാധ്യത കുറവാണ്. എന്നാലും നമ്മൾ അറിഞ്ഞിരിക്കണം വാട്ട് വാസ് ഹരിശങ്കർ ബാബ്രാസ് പൊളിറ്റിക്കൽ അഫിലിയേഷൻ ആൻഡ് ദ പൊസിഷൻ ഇൻ ദ രാജസ്ഥാൻ ലെജിസ്ലേറ്റീവ് അസംബ്ലി. ഓക്കെ, അപ്പോൾ ഇതിൽ എന്താണ് കൊടുത്തിട്ടുള്ളത്? നമ്മളെ രാജസ്ഥാൻ ലെജിസ്ലേറ്റീവ് അസംബ്ലിയിൽ എന്താണ്? ഭാരതീയ ജനതാ പാർട്ടിയുടെ മെമ്പർ ആയിരുന്നു. ഓക്കെ, അപ്പോഴേ ഒരു കാര്യമുണ്ട്, ഈ ഒരു ക്വസ്റ്റൻ ഫോം ചെയ്യാൻ സാധ്യത കുറവാണ്. കാരണം ഇങ്ങനെ പൊളിറ്റിക്കൽ പാർട്ടി സ്പെസിഫിക് ചോദിക്കില്ല. ബട്ട് ഇങ്ങനെ ഒരു ക്വസ്റ്റൻ വന്നാൽ നമ്മൾ പ്രിപ്പയർഡ് ആയിരിക്കണം. ഓക്കെ, മെയിൻലി ക്വസ്റ്റൻ വരാൻ സാധ്യത എന്താണ്? പൊളിറ്റീഷ്യൻ. യാത് ഫീൽഡ് ആണ്. അപ്പോഴേ നമ്മൾ എന്താ പറയണം? പൊളിറ്റീഷ്യൻ. ഹി വാസ് എ പൊളിറ്റീഷ്യൻ. ഓക്കെ, അപ്പോഴേ അത് അറിഞ്ഞിരിക്കുക. അടുത്ത നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? PM വിഷസ് പീപ്പിൾ ഓൺ തൈപ്പോസം. തൈപ്പോസം എന്താണെന്ന് വെച്ചാൽ ഇത് ബേസിക്കലി തമിഴ്നാടിന്റെ ഒരു ഫെസ്റ്റിവൽ ആണ്. ഓക്കെ, ലോർഡ് മുരുകനെ ഡിവോട്ട് ചെയ്യുന്ന ഒരു ഫെസ്റ്റിവൽ ആണ്. എന്താണ്? തൈപ്പൂസം ഫെസ്റ്റിവൽ സെലിബ്രേറ്റിംഗ് ലോർഡ് മുരുക. ഓക്കെ, ലോർഡ് മുരുക. അപ്പോൾ ടൈമിംഗ് എന്ന ഫെസ്റ്റിവൽ എന്ന് പറഞ്ഞാൽ ഫുൾ മൂണിന്റെ ആണ്. ഓൺ എ ഫുൾ മൂൺ ഇൻ ദ മന്ത്, തമിഴ് മന്ത് ഥായ് എന്ന് പറയുന്ന മന്തിലാണ് ഉള്ളത്. പിന്നെ യൂഷ്വലി കോയിൻസിഡ്സ് വിത്ത് പുഷ്യ സ്റ്റാർ നോൺ ആസ് ദ പൂസം ഇൻ തമിഴ്നാട്. ഓക്കെ, അപ്പോൾ ഇത് കേരളയിൽ ഒബ്സർവ് ചെയ്യും കുറച്ച് ആൾക്കാർ. ഓക്കെ, വെർണാക്കുലറി കോൾഡ് തായ്പൂയം. ഓക്കെ, തായ്പൂയം എന്ന് പറയും. പിന്നെ ഡെഡിക്കേറ്റഡ് ഇൻ ദ വർഷിപ്പ് ഓഫ് തമിഴ് ഗോഡ് കോൾഡ് മുരുക. ഓക്കെ, ഇത് നമുക്ക് ബേസിക്കലി നമ്മളെ കൾച്ചറിന്റെ ഭാഗം, കൾച്ചറൽ ആർട്ട് ആൻഡ് കൾച്ചറിന്റെ ഭാഗമായിട്ട് ഈ ക്വസ്റ്റ്യൻ ഫോം ചെയ്യാൻ സാധ്യതയുണ്ട്. ഓക്കെ, അതുകൊണ്ട് ഇത് പഠിച്ചെടുക്കുക. ഓക്കെ, ഇത് മെയിൻലി യാത് സ്റ്റേറ്റിന്റെ ആണ്? തമിഴ്നാടിന്റെ ആണ്.
കേരളത്തിൽ സെലിബ്രേറ്റ് ചെയ്യുമെങ്കിലും തമിഴ്നാടിന്റെ ഫെസ്റ്റിവൽ ആണ്. ഓക്കെ, അപ്പോൾ ഇത് തൈപ്പൂസം ടിപ്പിക്കലി സെലിബ്രേറ്റഡ് എപ്പോഴാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അതെന്താണ് നമ്മൾ ഉത്തരം നിങ്ങൾക്ക് അറിയാതിരിക്കണം, നമ്മൾ പറഞ്ഞ കാര്യമാണ്, അതുകൊണ്ട് ഞാൻ അത് പറയണില്ല. ഓക്കെ, നിങ്ങൾ കമന്റ് ചെയ്ത് പറയാം. അടുത്തത് ഹിമാചൽ പ്രദേശ് സ്റ്റേറ്റ്ഹുഡ് ഡേ. അതെന്താണ്? ജനുവരി 25-നാണ് 1971 സ്റ്റേറ്റ് ആയിട്ട് ഡിക്ലെയർ ചെയ്തത് നമ്മളെ ഹിമാചൽ പ്രദേശിന്. അതുകൊണ്ട് അത് 18th സ്റ്റേറ്റ് ആയാണ് മാറിയിട്ടുള്ളത്. അപ്പോഴേ 18th സ്റ്റേറ്റ് ആണ്, അതുകൊണ്ട് അത് നമ്മൾ അറിഞ്ഞിരിക്കുക. ഓക്കെ, ഇതെന്താണ്? 30 പ്രിൻസ്ലി സ്റ്റേറ്റ്സിനെ കൂടെ ചേർത്തിട്ടാണ് അതൊരു സ്റ്റേറ്റ് ഫോർമേഷൻ ഉണ്ടായത്. ഓക്കെ, അപ്പോൾ ഇത് സ്റ്റേറ്റ്ഹുഡ് ആക്ട്, ദ സ്റ്റേറ്റ് ഓഫ് ഹിമാചൽ പ്രദേശ് ആക്ട് പാസ്ഡ് ഓൺ December 18th 1970. അതിന്റെ ബേസിലാണ് ഇങ്ങനെ ഒരു സ്റ്റേറ്റ് ആയിട്ട് ഇതിനെ ഡിക്ലെയർ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു കാര്യം ഇമ്പോർട്ടന്റ് ആണ്. പിന്നെ ലാൻഡ് ഓഫ് ഗോഡ് ആൻഡ് ബ്രേവ്സ് എന്നാണ് പറയുന്നത് ഹിമാചൽ പ്രദേശിനെ. സോ ഓഫൻ റെഫർ ടു ആസ് ദേവ്ഭൂമി ഓർ വീരഭൂമി. ഓക്കെ, ദേവ്ഭൂമി ഓർ വീരഭൂമി എന്നാണ് ഹിമാചൽ പ്രദേശിനെ അറിയപ്പെടുന്നത്. ഹിമാചൽ പ്രദേശിന്റെ കാര്യം പറയുമ്പോൾ നമുക്കറിയേണ്ട കാര്യം എന്താണ്? CM ആരാണെന്ന് അറിയണം. CM ആരാണ്? അവിടുത്തെ സുഖ്വിന്ദർ സിംഗ് സുഖു ആണ്. ഓക്കെ, എന്നിട്ട് അവിടുത്തെ ചീഫ് മിനിസ്റ്റർ ഗവർണർ ആരാണെന്ന് ചോദിച്ചാൽ ശിവ് പ്രതാപ് ശുക്ല. ഇത് ഞാൻ പല വീഡിയോസിലും എല്ലാ വീഡിയോസിലും പറയാറുണ്ട്, അത് നിങ്ങൾ അറിഞ്ഞിരുന്നാൽ മതി. അവിടെ 2 ക്യാപിറ്റൽ ഉണ്ട്, ഏതൊക്കെയാണെന്ന് നിങ്ങൾ കമന്റ് ചെയ്ത് പറയുക. സമ്മർ ക്യാപിറ്റൽ ഉണ്ട്, വിന്റർ ക്യാപിറ്റൽ ഉണ്ട്. ഏതാണ് സമ്മർ ക്യാപിറ്റൽ, ഏതാണ് വിന്റർ ക്യാപിറ്റൽ എന്ന് കമന്റ് ചെയ്ത് പറയാം. ഞാൻ ഇതിനു മുമ്പേ വീഡിയോസിൽ പറഞ്ഞിട്ടുള്ള കാര്യമാണ്, നിങ്ങൾക്ക് എത്ര ഓർമ്മയുണ്ടെന്ന് നോക്കാം നമുക്ക്. ഓക്കെ, അപ്പോൾ ഇതാണ് 18th സ്റ്റേറ്റ് എപ്പോഴാണ് ആയെന്നുള്ളതാണ് ചോദിച്ചിട്ടുള്ളത്. അത് നിങ്ങൾ ആൻസർ നിങ്ങൾക്ക് അറിയാം, അത് കമന്റ് ചെയ്ത് പറയാം. നിങ്ങൾക്ക് അറിയാമോ ഇല്ലെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, നെക്സ്റ്റ് ജനറൽ ഇൻഷുറൻസ്. ഇത് ബാങ്ക് എക്സാംസിന് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതാണ്, SSCക്ക് ആവശ്യമില്ല. ജനറൽ ഇൻഷുറൻസ് കൗൺസിൽ ലോഞ്ചസ് ക്യാഷ്ലെസ് എവറിവെയർ. അപ്പോൾ ഇത് ഇൻഷുറൻസിന്റെ ഒരു പ്രൊഡക്റ്റ് ആണ്. ബേസിക്കലി എന്തെന്ന് വെച്ചാൽ നമുക്ക് ഒരു 48 മണിക്കൂർ മുമ്പ് ഇപ്പോൾ ഒരാൾ എന്തെങ്കിലും ഒരു ക്രിട്ടിക്കൽ, നമ്മൾ ഒരു ഇൻഷുർഡ് പേഴ്സൺ ആണ്, അവര് ക്രിട്ടിക്കൽ എന്തെങ്കിലും ഇഷ്യൂല് അഡ്മിറ്റ് ആവാൻ പോവുകയാണെങ്കിൽ 48 മണിക്കൂർ മുമ്പ് ആ ഏജൻസിക്ക് അറിയിച്ചിട്ടുണ്ടെങ്കിൽ അവര് ഒരു പൈസയും നമ്മളിത് ക്യാഷ് ആയിട്ട് ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. അവിടുത്തെ എല്ലാ പേയ്മെന്റ് അവരെങ്ങനെ ചെയ്യും? ഡയറക്റ്റ്ലി അങ്ങ് പേയ്മെന്റ് ചെയ്യും. ക്യാഷ് പേയ്മെന്റ്സ് നമുക്ക് ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. അത് ക്യാഷ്ലെസ് ഹോസ്പിറ്റലൈസേഷൻ ബെനിഫിറ്റ് എക്സ്റ്റെൻഡഡ് ടു ഓൾ ഹോസ്പിറ്റൽസ്. അതാണ് ഇമ്പോർട്ടന്റ്. എല്ലാ ഹോസ്പിറ്റൽസിലും ഇതുണ്ട്. ചിലതൊക്കെ അവരെ പാച്ചപ്പ് ഉള്ളതായിരിക്കും, ചിലത് പാച്ചപ്പ് ഇല്ലായിരിക്കും. ബട്ട് എന്നാലും എല്ലാവരെയും അവർ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അതിന്റെ ഉദ്ദേശം ഇത്രയേ ഉള്ളൂ, മാക്സിമൈസിങ് ദ കസ്റ്റമർ ബേസ്. എല്ലാ ഹോസ്പിറ്റൽസും ഉള്ളപ്പോൾ ആ ഒരു ഇൻഷുറൻസ് പോളിസി ആയിരിക്കും ആൾക്കാർ അഡോപ്റ്റ് ചെയ്യുക. അതുകൊണ്ടാണ് അതും ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇതിൽ കൊടുത്തിട്ടുണ്ട് ക്ലെയിം പ്രോസസ് എന്ന് പറഞ്ഞാൽ നോട്ടിഫൈ ഇൻഷുറർ 48 hours ബിഫോർ അഡ്മിഷൻ ഫോർ ഇലക്ടീവ് പ്രൊസീജിയേഴ്സ്. ഓക്കെ, പിന്നെ 48 hours പോസ്റ്റ് അഡ്മിഷൻ ഫോർ എമർജൻസി ട്രീറ്റ്മെന്റ്. എമർജൻസി ട്രീറ്റ്മെന്റ് ആണ്. എന്തെങ്കിലും ഒരു പെട്ടെന്ന് സ്ട്രോക്ക് വന്നു, അത് നമുക്ക് 48 മണിക്കൂർ മുമ്പ് പറയാൻ പറ്റുമോ? പറ്റൂല. അപ്പോഴത് അറിയണ സമയത്തിന് ശേഷം 48 മണിക്കൂറിനകത്ത് അവര് ഇൻഷുററിനെ അറിയിച്ചാൽ മതി, എന്നാൽ അവർക്ക് അതിന്റെ ബെനിഫിറ്റ് എടുക്കാം. ഓക്കെ, ഹോസ്പിറ്റൽസ് വിത്ത് 15+ ബെഡ്സ് രജിസ്റ്റർഡ് അണ്ടർ ദ ക്ലിനിക്കൽ എസ്റ്റാബ്ലിഷ്മെന്റ് ആക്ട് 2010, അതിന് അവർക്കാണ് ഇത് കൊടുക്കുന്നത്. വലിയ വലിയ ഹോസ്പിറ്റൽസിൽ എല്ലാത്തിലും ഇത് പോസിബിൾ ആണ്. പിന്നെ ക്യാഷ്ലെസ് ഫെസിലിറ്റി സബ്ജക്ട് ടു ഓപ്പറേറ്റിംഗ് ഗൈഡ് ലൈൻസ് ഓഫ് ഇൻഷുറർ. കുറെ ഗൈഡ് ലൈൻസ് ഉണ്ടാവും, പിന്നെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് അപ്ലൈഡ് ആണ്. ഓക്കെ, അപ്പോൾ ഇതാണ് അതിന്റെ ചോദ്യം. ഇത് നിങ്ങൾ ഈ ഒരു പുതിയൊരു പാറ്റേണിൽ ചോദിച്ചത് ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, അപ്പോൾ ഈ ബാങ്ക് എക്സാംസിന് ഇപ്പൊ നിങ്ങൾ പറയില്ലേ സ്റ്റേറ്റ്മെന്റ് വൈസ് ക്വസ്റ്റ്യൻസ് ഒക്കെ വരാറുണ്ടെന്ന്, അപ്പോൾ അതിന്റെ ബേസിലുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അതിന്ന് നിങ്ങളൊന്ന് സോൾവ് ചെയ്ത് നോക്കുക. നമ്മൾ പഠിപ്പിച്ച കാര്യത്തിൽ തന്നെയാണ് വന്നിട്ടുള്ളത്. ഓക്കെ, നെക്സ്റ്റ് അടുത്തൊരു അക്വിസിഷൻ. ഇത് ബാങ്ക് എക്സാംസിന് മാത്രമുള്ളതാണ്, SSCക്ക് ഇല്ല. അക്വിസിഷൻ ഓഫ് MG മോട്ടോഴ്സ് ഇന്ത്യ ബൈ JSW വെഞ്ചേഴ്സ് സിംഗപ്പൂർ. ആരാണ് ഇതിനെ അപ്രൂവ് ചെയ്തതെന്ന് പറഞ്ഞാൽ കോമ്പറ്റീഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ. കോമ്പറ്റീഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ ആണ് അപ്രൂവ് ചെയ്തിട്ടുള്ളത്. ഇറ്റ് ഇൻവോൾവ്സ് 38% ഓഫ് പെയ്ഡ് അപ്പ് ഷെയർ ക്യാപിറ്റൽ. അപ്പോൾ 38% ഓഫ് പെയ്ഡ് അപ്പ് ഷെയർ ക്യാപിറ്റൽ ആണ് MG മോട്ടോഴ്സ് ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് പർച്ചേസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അക്വയർ ചെയ്യണത്. അപ്പോൾ ഇത് അക്വയറർ ആരാണ്? JS വെഞ്ചേഴ്സ് സിംഗപ്പൂർ പ്രൈവറ്റ് ലിമിറ്റഡ്, PTE ലിമിറ്റഡ്. ഓക്കെ, പ്രൈവറ്റ് അല്ല, അത് PTE ലിമിറ്റഡ്, ഹോൾലി ഓൺഡ് സബ്സിഡറി ഓഫ് JSW ഇന്റർനാഷണൽ ട്രേഡ് കോപ്പ് PTE ലിമിറ്റഡ്. അപ്പോൾ ഇത് JSW ഗ്രൂപ്പിന്റെ ആണ്. ഓക്കെ, അപ്പോൾ ഇപ്പൊ ആരാണ് അക്വയർ ചെയ്യണമെന്ന് വെച്ചാൽ MG മോട്ടോഴ്സ് ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡ് ആണ്. അത് ഹോൾലി ഓൺഡ് സബ്സിഡറി ഓഫ് SAIC മോട്ടോഴ്സ് ഷങ്കായ് ചൈന. ഓക്കെ, അടുത്ത് ബാക്കി ഇത്രയേ ഉള്ളൂ. ഇത്ര കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കുക. എക്സാം പോയിന്റ് ഓഫ് വ്യൂ ഇതിൽ നിന്നായിരിക്കും ചോദ്യം വരാം. ഓക്കെ, വേറെ ഒന്നും എക്സ്ട്രാ വരാൻ സാധ്യതയില്ല. അപ്പോൾ എത്ര പെർസെന്റേജ് ആണെന്നുള്ളതാണ് ചോദിച്ചിട്ടുള്ളത്. അത് നിങ്ങൾ എന്താണ് ആൻസർ എന്ന് മാർക്ക് ചെയ്യുക. അടുത്ത അക്വിസിഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? വിസ്റ്റോൺ ബൈ ടാറ്റ ഇലക്ട്രോണിക്സ്. ടാറ്റ ഇലക്ട്രോണിക്സ് വിസ്റ്റോണിനെ അക്വയർ ആണ്. വിസ്റ്റോൺ എന്ന് പറഞ്ഞാൽ എന്താണ്? ബേസിക്കലി ഈ സ്മാർട്ട് ഫോൺസിന്റെ കുറച്ച് എക്വിപ്മെന്റ്സ് മാനുഫാക്ചർ ചെയ്യുന്ന കമ്പനിയാണ്. ടാറ്റ ഇലക്ട്രോണിക്സ് ബേസിക്കലി അതിന്റെ ഫ്രെയിം അല്ലെങ്കിൽ അതിന്റെ ബോഡി മാനുഫാക്ചർ ചെയ്യുന്ന ഒരു ഇതാണ്. അപ്പോൾ അവർ അക്വയർ ചെയ്ത് അപ്പോൾ കുറെ കൂടെ ഇവർക്ക് ടാറ്റയ്ക്ക് ആ ഒരു ഫീൽഡിലോട്ട് കുറച്ചുകൂടെ സ്മാർട്ട് ഫോൺസിന്റെ ഫീൽഡിൽ കുറച്ചുകൂടെ കൈ എടുക്കാൻ വേണ്ടി ഇത് 100% ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ ആണ് വിസ്റ്റോൺ എന്ന് പർച്ചേസ് ചെയ്തിട്ടുള്ളത്. ഓക്കെ,
അപ്പോൾ അത് ഇമ്പോർട്ടന്റ് ആണ്. ആരാണ് അക്വയറർ? ടാറ്റ ഇലക്ട്രോണിക് പ്രൈവറ്റ് ലിമിറ്റഡ് ആണ്. ഇതൊരു ഗ്രീൻ ഫീൽഡ് വെഞ്ചർ ആണ്. എന്നിട്ട് സ്പെഷ്യലൈസ് ഇൻ മാനുഫാക്ചറിംഗ് സ്മാർട്ട് ഫോൺ എൻക്ലോഷേഴ്സ്, ഫ്രെയിംസ് ഓഫ് ദ ഫോൺ. ഓക്കെ. പിന്നെ വിൻസ്റ്റൺ ഇൻഫോ മാനുഫാക്ചറിംഗ് പ്രൈവറ്റ് ലിമിറ്റഡ്, അതെന്താണ്? 2017 ഇൻകോർപ്പറേറ്റഡ് ആണ്. എൻഗേജസ് ഇൻ ഇലക്ട്രോണിക് മാനുഫാക്ചറിംഗ് സർവീസ് ഫോർ സ്മാർട്ട് ഫോൺസ്. ഓക്കെ. പിന്നെ SMS ഇത് പ്രീവിയസ് ഓണർ ആരായിരുന്നു ഇതിന്റെ? നമ്മളെ വിൻസ്റ്റോണിന്റെ SMS ഇൻഫോകോം സിംഗാപ്പൂർ പ്രൈവറ്റ് ലിമിറ്റഡ്, അല്ലെങ്കിൽ പിന്നീട് വിൻസ്റ്റോൺ ഹോങ്കോങ് ലിമിറ്റഡ്, ഇവരാണ് അത് ഓണേഴ്സ് ആയിട്ടുള്ളത്. ഓക്കെ. അടുത്ത് ഇതിന്റെ ബേസിലുള്ള ക്വസ്റ്റ്യൻ ആണ് ഇത്. ഇതിനെ സോൾവ് ചെയ്യുക, എന്നിട്ട് കമന്റ് ചെയ്ത് ആൻസർ പറയുക. ഓക്കെ. ഇതിനെ പോസ് ചെയ്തിട്ട് ഇതിന്റെ ആൻസർ പറയുക. അടുത്ത അക്വിസിഷൻ മെർജർ ഓഫ് ഫിൻകെയർ സ്മോൾ ഫൈനാൻസ് ബാങ്ക് ആൻഡ് AU സ്മോൾ ഫൈനാൻസ് ബാങ്ക്. അപ്പോൾ ഇത് അപ്രൂവ് ചെയ്തത് അഗൈൻ കോമ്പറ്റീഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ ആണ്. AUSFB will be the merged entity. മെയിൻ എൻറ്റിറ്റി ആരാണ്? ഫിൻകെയർ സ്മോൾ ഫൈനാൻസ് ബാങ്ക് ആണ്. മർജ് ആവുന്നത് ആരാണ്? AU സ്മോൾ ഫൈനാൻസ് ബാങ്ക് ആണ്. ഓക്കെ. അടുത്ത് ലൊക്കേഷൻ ഇതിന്റെ ഫിൻകെയർ സ്മോൾ ഫൈനാൻസ് ബാങ്ക് എവിടെയാണ്? ബാംഗ്ലൂർ കർണാടകയാണ്. മറ്റത് ജയ്പൂർ രാജസ്ഥാൻ. AU സ്മോൾ ഫൈനാൻസ് ബാങ്ക് ജയ്പൂർ രാജസ്ഥാൻ ആണ്. അപ്പോൾ ഇതിലൊരു കാര്യം എന്ന് വെച്ചാൽ നമ്മളെ AUയുടെ ഷെയർസ് SFB, ദാറ്റ് ഈസ് ഫിൻകെയർ SFB സ്മോൾ ഫൈനാൻസ് ബാങ്കിൽ അവരെ ഷെയർ ഹോൾഡേഴ്സിന് കൊടുക്കും, ഷെയർ ഇത് കൊടുക്കും, എന്താണ് അലോക്കേറ്റ് ചെയ്യും. അതാണ് അവരെ പ്ലാൻ. ഓക്കെ. അടുത്ത് ഇതിന്റെ ബേസിൽ ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്, അത് നിങ്ങൾ സോൾവ് ചെയ്ത് നോക്കുക. ഇതിന്റെ ആൻസർ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഓൾറെഡി, അതിനകത്ത് തന്നെ പഠിപ്പിച്ചപ്പോൾ തന്നെ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് അതൊന്ന് നോക്കിയിട്ട് പറയാം. അടുത്ത അക്വിസിഷൻ എന്ന് പറഞ്ഞാൽ അക്വിസിഷൻ ഓഫ് റെലിഗെയർ എന്റർപ്രൈസ് ബൈ 4 എൻറ്റിറ്റീസ് അണ്ടർ ബർമൻ ഫാമിലി. ബർമൻ ഫാമിലി എന്ന് പറഞ്ഞാൽ ഡാബർ എന്ന് പറഞ്ഞില്ലേ, അവരെ പ്രൊമോട്ടർ ആണ്. ഡാബർ എന്ന് പറയുന്ന കമ്പനിയുടെ മെയിൻ കമ്പനിയുടെ പ്രൊമോട്ടേഴ്സ് ആണ് ബർമൻ ഫാമിലി. അവരാണ് ഇത് അക്വയർ ചെയ്തത്. ഓക്കെ. ബർമൻ ഫാമിലിയുടെ 4 എൻറ്റിറ്റീസ് ഉണ്ട്, അവരൊക്കെ ചേർന്നാണ് അക്വയർ ചെയ്തത്. എന്തൊക്കെയാണ്? പൂർണ്ണ അസോസിയേറ്റ് പ്രൈവറ്റ് ലിമിറ്റഡ്, MB ഫിൻമാർട്ട് പ്രൈവറ്റ് ലിമിറ്റഡ്, VIC എന്റർപ്രൈസ് പ്രൈവറ്റ് ലിമിറ്റഡ്, മിൽക്കി ഇൻവെസ്റ്റ്മെന്റ് ആൻഡ് ട്രേഡിംഗ് കമ്പനി. ഈ എല്ലാ കമ്പനിയും കൂടെയാണ് അക്വയർ ചെയ്തത്. എന്നിട്ട് ഇതിന്റെ പെർമിഷൻ അഗൈൻ കോമ്പറ്റീഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ ആണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ റെലിഗെയർ എന്റർപ്രൈസ് ലിമിറ്റഡിനാണ് അവര് അക്വയർ ചെയ്തിട്ടുള്ളത്. ഓക്കെ. അടുത്ത് ഇതിന്റെ ബേസിൽ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്, യാത് ഫാമിലിയാണ് അല്ലെങ്കിൽ ആരാണ് കൺട്രോൾ ചെയ്യണമെന്ന്. ഓക്കെ. അത് അറിഞ്ഞിരിക്കണം, അത് നമ്മൾ പറഞ്ഞ കാര്യമാണ്. ഓക്കെ. അടുത്ത ന്യൂസ് എന്ന് പറഞ്ഞാൽ ഗുജറാത്ത് CM അൺവീൽസ് ബുക്ക് ഓൺ സ്മൃതി ഇറാനി അഹെഡ് 2023 ആനിവേഴ്സറി ഓഫ് ഭുജ് എർത്ത്ക്വേക്ക്. ഭുജ് എർത്ത്ക്വേക്കിന്റെ ആ ഒരു കൊമമറേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ അവർ ആ വിക്ടിംസിന്റെ ഓർമ്മയ്ക്ക് വേണ്ടി സ്മൃതി ഇറാനി ആൻ അൺപാരലൽഡ് hypothesis of commemoration to 2001 victim of Gujarat earthquake. അതാണ് ആ ബുക്കിന്റെ പേര്, അത് അറിഞ്ഞിരിക്കുക. ലോഞ്ച്ഡ് അഹെഡ് ഓഫ് 23rd ആനിവേഴ്സറി ഓഫ് ഭുജ് എർത്ത്ക്വേക്ക്. ലോഞ്ച്ഡ് ബൈ ആരാണ്? ചീഫ് മിനിസ്റ്റർ ഓഫ് ഗുജറാത്ത്. ആരാണ്? ഭൂപേന്ദ്ര പട്ടേൽ. സെക്കൻഡ് ടേം ആണ്, ഇലക്ഷന് കഴിഞ്ഞ് സെക്കൻഡ് ടേം ആണ് ഇപ്പം കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത് പബ്ലിഷ് ചെയ്തതാരാണ്? ഗുജറാത്ത് സ്റ്റേറ്റ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് അതോറിറ്റി, അവരാണ് പബ്ലിഷ് ചെയ്തിട്ടുള്ളത്. ഓക്കെ. ലോഞ്ച് ചെയ്തതാരാണ്? ഗുജറാത്തിന്റെ CM ആയ ഭൂപേന്ദ്ര ഭായ് പട്ടേൽ ആണ് ലോഞ്ച് ചെയ്തിട്ടുള്ളത്. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ബുക്കാണ്, നമ്മളെ ബുക്സ് ആൻഡ് ഓത്തർസിൽ വരുന്ന ഒരു കാര്യമാണ്. ഓക്കെ. അത് എക്സാം പോയിന്റ് ഓഫ് വ്യൂ അറിഞ്ഞിരിക്കുക. അപ്പോൾ ഇത് ബുക്കിന്റെ പേരാണ് ഇവിടെ ചോദിച്ചിട്ടുള്ളത്, അത് അറിഞ്ഞിരിക്കുക. നിങ്ങൾക്ക് ഞാൻ പറഞ്ഞിട്ടുള്ള കാര്യം തന്നെയാണ്, ഇതിൽ ഏറ്റവും നീളമുള്ള പേര് തന്നെയാണ് അതിന്റെ സംഭവം. ഓക്കെ. അടുത്ത് നെക്സ്റ്റ് ന്യൂസ് എന്ന് പറഞ്ഞാൽ നാഷണൽ ടൂറിസം ഡേ. ഇത് 25th ജാനുവരിക്കാണ് നാഷണൽ ടൂറിസം ഡേ ആയിട്ട് നമ്മൾ ഒബ്സർവ് ചെയ്യുന്നത്. 25th ജാനുവരിക്ക് തന്നെയാണ് നമ്മൾ നാഷണൽ വോട്ടേഴ്സ് ഡേ ആയിട്ട് ഒബ്സർവ് ചെയ്യുന്നത്. അപ്പോൾ ടൂറിസ്റ്റ് ഡേ ആനുവലി സെലിബ്രേറ്റഡ് ഓൺ 25th January raises awareness about importance of economic value of tourism. Economic value of tourism എന്നെ ഹൈലൈറ്റ് ചെയ്തിട്ടാണ് നമുക്ക് എക്സാം പോയിന്റ് ഓഫ് വ്യൂല് അറിയേണ്ടത് തീമാണ് സസ്റ്റൈനബിൾ ജേർണി ടൈംലെസ് മെമ്മറീസ്. സസ്റ്റൈനബിൾ ജേർണി ടൈംലെസ് മെമ്മറീസ്. സസ്റ്റൈനബിൾ ജേർണി എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്? നമ്മൾ ഈ പ്ലാസ്റ്റിക് വേസ്റ്റോ അങ്ങനെ ഒന്നും കളഞ്ഞ് ആ നേച്ചറിനെ ഇല്ലാതാക്കാതിരിക്കുക. കാരണം അങ്ങനെ ഇല്ലാതാക്കുകയാണെങ്കിൽ പിന്നെ അവിടെ ടൂറിസം നടക്കില്ലല്ലോ. അതുകൊണ്ട് അത് ഒഴിവാക്കിയിട്ട് അത് സസ്റ്റൈനബിൾ ജേർണി ആവും. പിന്നെ ടൈംലെസ് മെമ്മറി, ആ ബ്യൂട്ടി നമുക്ക് വേണ്ടി ഒരു ടൈംലെസ് മെമ്മറി ആയി മാറും. അതാണ് അവര് തീം വെച്ചിട്ടുള്ള 2024. ഇത് എസ്റ്റാബ്ലിഷ് ചെയ്തത് എപ്പോഴാണ്? 1948 ആണ്. ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ത്രൂ ടൂറിസ്റ്റ് ട്രാഫിക് കമ്മിറ്റി. ഓക്കെ. എന്നിട്ട് എയിം എന്താണ്? എൻകറേജ് ആൻഡ് പ്രൊമോട്ട് ടൂറിസം ഇൻ ഇന്ത്യ. അപ്പൊ ടൂറിസം മിനിസ്റ്റർ ഇൻചാർജ് ആരാണ്? ജി കിഷൻ റെഡ്ഡി. അത് നമ്മൾ എക്സാം പോയിന്റ് ഓഫ് വ്യൂ അറിഞ്ഞിരിക്കുക. ഇത്തരം കാര്യമാണ് ഇതിൽ നോക്കാനുള്ളത്. അപ്പോൾ ഇതില് ക്വസ്റ്റ്യൻ ഫോം ആണത് വാട്ട് ഈസ് ദ തീം ഓഫ് നാഷണൽ ടൂറിസം ഡേ ഫോർ ദ ഇയർ 2024. അപ്പോൾ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? സസ്റ്റൈനബിൾ ജേർണി ടൈംലെസ് മെമ്മറീസ്, അതാണ് നമ്മളെ തീം. ഓക്കെ. നെക്സ്റ്റ് റീസെന്റ് അപ്പോയിന്റ്മെന്റ്സ്. ഞാൻ പറഞ്ഞിട്ടുണ്ട് എപ്പോഴും നമ്മൾ ലാസ്റ്റിൽ റീസെന്റ് അപ്പോയിന്റ്മെന്റ്സ്, റീസെന്റ് അവാർഡ്സ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നോക്കും. ഇറ്റ് ഈസ് ഫോർ ദ ബെറ്റർമെന്റ് ഓഫ് റിവിഷൻ ഫോർ യുവർ അപ്കമിങ് എക്സാമിനേഷൻ. ഓക്കെ. അപ്പോൾ ഇതിൽ നമുക്കൊന്ന് സൂം ചെയ്ത് നോക്കാം, നിങ്ങൾക്ക് കാണാൻ വേണ്ടി നല്ലതായിട്ട് ക്ലിയർ ആയിട്ട്. ഓക്കെ. റീസെന്റ് അപ്പോയിന്റ്മെന്റ് എന്താണ്? CEO ഓഫ് ജിന്ദാൽ സ്റ്റെയിൻലെസ് ലിമിറ്റഡ് ആരാണ്? തരുൺ
കുൽബെ. പിന്നെ CEO ഓഫ് പെപ്സിക്കോ ഇന്ത്യ ജാഗ്രത് കൊച്ച, എന്നിട്ട് റിപ്ലേസ് ആരാണ് ചെയ്തത്? അഹമ്മദ് അൽ ഷെയ്ഖിന്. പിന്നെ ആസ് എ മെമ്പർ ഓഫ് UPSC പുതിയതായിട്ട് വന്നിട്ടുണ്ട്, നമ്മൾ പഠിച്ച കാര്യമാണ്, ഷീൽ വർദ്ധൻ സിംഗ് ആണ്. MD ഓഫ് ബാംഗ്ലൂർ മെട്രോ ആരാണ്? മഹേശ്വർ റാവ്. MD ഓഫ് എക്സ്പീരിയൻ ഇന്ത്യ മനീഷ് ജൈൻ. ഓക്കെ, ഇത് നമ്മൾ പഠിച്ച കാര്യമാണ്, അപ്പോൾ ഇത് അറിഞ്ഞിരിക്കണം. അടുത്ത സ്ലൈഡ്. റീസെന്റ് ഫെസിലിറ്റീസ് ലോഞ്ച്ഡ് ഇൻ ബാങ്കിങ് ആൻഡ് ഇൻഷുറൻസ് സെക്ടർ. എന്താണ്? LIC ലോഞ്ച് ചെയ്തതാണ് പുതിയൊരു സേവിംഗ് ആൻഡ് അന്യൂറ്റി പ്ലാൻ, ജീവൻ ധാര സെക്കൻഡ്. ഇത് നമ്മൾ നോക്കിയ കാര്യമാണ്, ജീവൻ ധാര സെക്കൻഡ്. പിന്നെ ബാങ്ക് ഓഫ് ബറോഡ ലോഞ്ച്ഡ് BOB 360 ഡെപ്പോസിറ്റ് സ്കീം വിത്ത് ആൻ ആനുവൽ ഇൻട്രസ്റ്റ് റേറ്റ് ഓഫ് 7.60%. ഇത് ബാങ്ക് എക്സാമിന് വളരെ ഇമ്പോർട്ടന്റ് ആണ്. പിന്നെ ICICI ബാങ്ക് കാനഡ ലോഞ്ച്ഡ് മണി ടു ഇന്ത്യ കാനഡ മൊബൈൽ ബാങ്കിങ് ആപ്പ്, ഇമ്പോർട്ടന്റ് ആണ്. IndusInd ബാങ്ക് ലോഞ്ചസ് പ്ലാറ്റിനം ക്രെഡിറ്റ് കാർഡ് അസോസിയേഷൻ വിത്ത് ഈസി ഡൈനർ. വലിയ ഇമ്പോർട്ടന്റ് അല്ല, സെക്കൻഡ് കാറ്റഗറിയിൽ നോക്കിയാൽ മതി. യെസ് ബാങ്ക് ലോഞ്ച്ഡ് സ്മാർട്ട് ഫിൻ സപ്ലൈ ചെയിൻ പവർഡ് ബൈ ഫിൻസ് ഫൈനാൻസ് സൊല്യൂഷൻ, ഇമ്പോർട്ടന്റ് ആണ്, അറിഞ്ഞിരിക്കുക. അടുത്തത് റീസെന്റ് ബുക്സ്, കൺവേഴ്സേഷൻ വിത്ത് ഔറംഗസേബ് ചാരു നിവേദിത, ട്രാൻസ്ലേറ്റഡ് ബൈ നന്ദിനി കൃഷ്ണ. പിന്നെ അതേപോലെ അസാംസ് ബ്രേവ് ഹാർട്ട് ലച്ചിത് ബർഫുഖാൻ. അരുൺ എഴുതിയതാരാണ്? ഓഥർ ആരാണ്? അരൂപ് കുമാർ ദത്ത, ലോഞ്ച്ഡ് ബൈ അമിത് ഷാ. പിന്നെ ഫെർട്ടിലൈസിംഗ് ദ ഫ്യൂച്ചർ ഡോക്ടർ മൻസുഖ് മാണ്ഡവ്യാണ് എഴുതിയ, ലോഞ്ച് ചെയ്തത് വൈസ് പ്രസിഡന്റ് ആയ ജഗ്ദീപ് ധങ്കർ ആണ്. അടുത്ത് ബാബറി മസ്ജിദ് രാം മന്ദിർ ഡയലെമ ആൻ ആസിഡ് ടെസ്റ്റ് ഫോർ ഇന്ത്യസ് കോൺസ്റ്റിറ്റ്യൂഷൻ, മാധവ് ഗോഡ്ബോലെയാണ് എഴുതിയിട്ടുള്ളത്. വൈ ഭാരത് മാറ്റേഴ്സ് ജയശങ്കർ, ജയശങ്കറിന്റെ ബുക്കാണ്. ബ്രേക്കിംഗ് ദ മൗൾഡ് രഘുറാം രാജൻ എന്നിട്ട് രോഹിത് ലാംബ എഴുതിയ ബുക്കാണ്. ഓക്കെ, അടുത്ത റീസെന്റ് ഇന്ത്യ സൈൻഡ് MOUs വിത്ത് അതർ കൺട്രീസ്, അത് നോക്കണം. ഇന്ത്യ ക്യൂബ സൈൻ ചെയ്ത MOU ആണ് ഓൺ ഡിജിറ്റൽ പബ്ലിക് ഇൻഫ്രാസ്ട്രക്ചർ കൊളാബറേഷൻ. നമ്മൾ നോക്കിയ കാര്യങ്ങൾ തന്നെയാണ് ഇത്. ഇന്ത്യ ആൻഡ് ഫ്രാൻസ് ടു ജോയിന്റ്ലി ഫണ്ട് സയൻസ് റിസർച്ച് പ്രോജക്ട്. ഓക്കെ, അത് അറിഞ്ഞിരിക്കുക, അത് ഇമ്പോർട്ടന്റ് അല്ല, കാരണം അതിനൊരു പ്രോജക്റ്റിന് പേരുണ്ടെങ്കിൽ നമുക്ക് ഫോക്കസ് ചെയ്യാൻ പറ്റുള്ളൂ. ബട്ട് റീസെന്റ് MOU സൈൻ ചെയ്തിട്ടുള്ളതുകൊണ്ട് നോക്കണം. ഇന്ത്യ ആൻഡ് മൗറീഷ്യസ് കൊളാബറേറ്റ്സ് ഓൺ 20 crore സ്മോൾ സാറ്റലൈറ്റ് പ്രോജക്ട്. ഇത് ഇമ്പോർട്ടന്റ് ആണ്, കാരണം അമൗണ്ട് കൊടുത്തിട്ടുണ്ട്, ചോദിക്കാം. ഇന്ത്യ ആൻഡ് ഗുയാന സൈൻഡ് MOU ഫോർ ഹൈഡ്രോ കാർബൺ സെക്ടർ, ഇമ്പോർട്ടന്റ് ആണ്. ഇന്ത്യ മലേഷ്യ സൈൻസ് ആൻഡ് MOU ഫോർ കോർപ്പറേഷൻ ഇൻ ബ്രോഡ്കാസ്റ്റിംഗ്. പിന്നെ ഇന്ത്യ ആൻഡ് ഇറ്റലി സൈൻഡ് മൊബിലിറ്റി ആൻഡ് മൈഗ്രേഷൻ പാർട്ണർഷിപ്പ് അഗ്രിമെന്റ്. ഇത്രയും ഇമ്പോർട്ടന്റ് ആണ്. അടുത്ത് റീസെന്റ് എക്സസൈസ് ഡിഫൻസിന്റെ സെക്ടർ ആണ്. 11th എഡിഷൻ ഓഫ് ഖഞ്ചർ എക്സസൈസ് ബിറ്റ്വീൻ ഇന്ത്യ ആൻഡ് കിർഗിസ്ഥാൻ. എവിടെയാണ്? ബക്കുലോ ഹിമാചൽ പ്രദേശിലാണ്. സെക്കൻഡ് എഡിഷൻ ഓഫ് സൈക്ലോൺ എക്സസൈസ് നടന്നിട്ടുണ്ടായിരുന്നത്, അത് ഇന്ത്യയും ഈജിപ്തിന്റെ ഇടയ്ക്കാണ്. അൻസാഹ ഈജിപ്തിലാണ്. ഫസ്റ്റ് എഡിഷൻ ഓഫ് നേവി എക്സസൈസ് എക്സ് അയുത്യ ബിറ്റ്വീൻ ഇന്ത്യ ആൻഡ് തായ്ലാൻഡ്. പിന്നെ ഫസ്റ്റ് എഡിഷൻ ഓഫ് മിലിറ്ററി എക്സസൈസ് ഡെസേർട്ട് സൈക്ലോൺ ബിറ്റ്വീൻ ഇന്ത്യ ആൻഡ് UAE. മറ്റേത് വെറും സൈക്ലോൺ ആണ്, ഇത് ഡെസേർട്ട് സൈക്ലോൺ ആണ്, ആ വ്യത്യാസം മനസ്സിലാക്കുക. UAE-ലാണ്, രാജസ്ഥാനിൽ വെച്ചാണ് നടന്നത്. 12th എഡിഷൻ ഓഫ് മൾട്ടിനാഷണൽ നേവൽ എക്സസൈസ് മിലൻ 2024 വിശാഖപട്ടണം ഇന്ത്യയിലാണ് നടന്നത്. ഓക്കെ, ഇത്ര കാര്യം അറിഞ്ഞിരിക്കാം. അപ്പോൾ ഇന്നത്തെ കറണ്ട് അഫയേഴ്സ് നമ്മൾ ഓവറോൾ കവർ ചെയ്തിട്ടുണ്ട്. അത്യാവശ്യം കൂടുതൽ ഉണ്ടായിരുന്നു കറണ്ട് അഫയേഴ്സ്, നമ്മൾ കുറച്ച് സ്പീഡിലാണ് പോയത്. ഐ എം റിയലി സോറി ഫോർ ദാറ്റ്, ബട്ട് നമുക്ക് ആ ടൈം ഫ്രെയിമിനകത്ത് കവർ ചെയ്യണമെന്നുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ അത് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? ഇനി പോയിട്ട് നമ്മളെ മൊബൈലിൽ ആപ്പ് ഡൗൺലോഡ് ചെയ്യുക, റെസൊല്യൂട്ട് അക്കാഡമി. ഓക്കെ, അതിൽ ക്വിസിന്റെ സെക്ഷൻ ഉണ്ടാവും, കറണ്ട് അഫയേഴ്സ് ക്വിസ്. ഓക്കെ, അവിടെ പോയിട്ട് ഇത് ചെയ്യാം. അല്ലെങ്കിൽ ലിങ്ക് ഡയറക്റ്റ്ലി ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്, ഡയറക്റ്റ് ലിങ്ക് പോയിട്ട് അത് നിങ്ങൾക്ക് ഓൺലൈൻ സോൾവ് ചെയ്യാൻ പറ്റും. അത് ചെയ്ത് നോക്കുക, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇന്നത്തെ പഠിച്ച കാര്യങ്ങൾക്ക് ഏതൊക്കെ ഓർമ്മയുണ്ട്. അതിൽ ഡീറ്റെയിൽഡ് എക്സ്പ്ലനേഷനും കൊടുത്തിട്ടുണ്ട്, അതുകൊണ്ട് നിങ്ങൾക്ക് വേറെ ഇഷ്യൂസ് ഒന്നും വരില്ല. ഓക്കെ, അങ്ങനെ ട്രൈ ചെയ്ത് നോക്കുക. അങ്ങനെ വരുമ്പോൾ നിങ്ങൾക്ക് എന്താണ് പഠിച്ച കാര്യങ്ങളെല്ലാം റിവൈസും ആവേണ്ട സൈഡ് ബൈ സൈഡ്. അതുകൊണ്ട് ആ ഒരു പ്രാക്ടീസ് എന്നും ചെയ്യുന്നത് നല്ലതായിരിക്കും. പിന്നെ ഈ ചാനലിനെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനലിനെ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കണിനെ ക്ലിക്ക് ചെയ്തിട്ട് ഓൾ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യുക, സോ ദാറ്റ് യു ഗെറ്റ് ദ നോട്ടിഫിക്കേഷൻ ഓഫ് ഈച്ച് ആൻഡ് എവറി വീഡിയോ വി അപ്ലോഡ് ഓൺ റെഗുലർ ബേസിസ്. പിന്നെ നമ്മളെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ദാറ്റ് മോട്ടിവേറ്റ്സ് us ടു അപ്ലോഡ് മോർ ആൻഡ് മോർ കണ്ടന്റ് ഫോർ യു. നമുക്ക് ഇനി മാത്സും റീസണിങ്ങിന്റെ ഒക്കെ നമ്മൾ വീഡിയോ ഇട്ടു തുടങ്ങിയിട്ടുണ്ട്, പസിൽസിന്റെ ഒക്കെ വരും. ഇനി അത് കൂടാതെ നമ്മൾ ഇംഗ്ലീഷിന്റെ വീഡിയോസ്, RC അങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ വന്നുകൊണ്ടിരിക്കുകയാണ് ഈ ചാനലിൽ. ഓക്കെ, അതുകൊണ്ട് അതെല്ലാം നിങ്ങൾ ഫോളോ ചെയ്യുക. ഇറ്റ് വിൽ ബി ഹെൽപ്ഫുൾ ഫോർ യുവർ കോമ്പറ്റേറ്റീവ് എക്സാംസ്, ബാങ്ക്, SSC, റെയിൽവേ, എല്ലാ എക്സാംസിനും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നത്. അതെല്ലാം റെഗുലർലി ഫോളോ ചെയ്യുക. ഓക്കെ, and we will meet you in the next video. Till then, take care and bye bye.